ജീനിയസിൻ്റെ 97th ഡേ ആണ് ഇന്ന്. അനലിറ്റിക്കൽ കെമിസ്ട്രി ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേടാ. ചാറ്റ് ബോക്സിൽ ഒരു തംസപ്പ് അടിച്ചേടാ മക്കളെ. എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേടാ മക്കളെ. I hope all my dear champions and എല്ലാ മക്കളും, I hope all of you guys are staying healthy, happy, motivated, blessed and fearless. JEE examination അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ നാളായിട്ട് പ്രിപ്പയർ ചെയ്യാണ് മക്കളെ. അപ്പോൾ ലാസ്റ്റ് നിമിഷത്തെ പ്രിപ്പറേഷൻസ് ആണ്. ഒരിക്കലും കൈവിടല്ലേ മക്കളെ. ഇത്രയും നാളായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. നെവർ ഗിവ് അപ്പ്. ഓക്കെ, ഏറ്റവും നല്ല കോളേജിൽ എത്താന്നുള്ള മോഹം വെച്ചിട്ട് തന്നെ അവസാന ദിവസമായ എക്സാമിനേഷൻ ഹാള് വരെയും നിങ്ങൾ ഈ ഒരു ചിന്ത വെച്ചിട്ട് തന്നെ പോകണം മക്കളെ. ഇടയ്ക്ക് വെച്ച് കൈ വിടരുത്. അയ്യോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പഠിച്ചു തുടങ്ങാം. ചില സ്റ്റുഡൻസ് എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്, സാർ ബിറ്റ്സാറ്റ് പഠിച്ചു തുടങ്ങട്ടെ, JEE മെയിൻസ് എനിക്ക് കിട്ടാൻ ഉറപ്പില്ല, ബിറ്റ്സാറ്റ് പഠിച്ചു തുടങ്ങാം. ഇല്ല മക്കളെ, ഇപ്പം ഫോക്കസ് ഓൺലി ഓൺ JEE. ഓക്കെ, ഞാനിപ്പോൾ ഈ ബിറ്റ്സാറ്റ് ക്ലിയർ ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ പറയുകയാണ്, ബിറ്റ്സാറ്റിന് സെപ്പറേറ്റ് പ്രിപ്പറേഷൻ വേണ്ട, JEE പ്രിപ്പറേഷൻ തന്നെ പോകട്ടെ, JEE പ്രിപ്പറേഷൻ തന്നെ പോകട്ടെ. ബിറ്റ്സാറ്റ് അവസാനം ആ സമയമാകുമ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യും. സോ ആ ഒരു ഡൗട്ട് വേണ്ട. കുറേ സ്റ്റുഡൻസ് മെസ്സേജസ് ചോദിക്കുന്നുണ്ട്, സാർ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന്. അങ്ങനെ ചെയ്യേണ്ട മക്കളെ. റൈറ്റ് നോ ഫോക്കസ് ഓൺലി ഓൺ JEE. ഓക്കെ, റൈറ്റ് നോ ഫോക്കസ് ഓൺലി ഓൺ IIT. ഓക്കെ മക്കളെ, ഫൈൻ. സോ എല്ലാവരും ക്ലാസ് റെഡി ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേടാ. കുറേ നാളായി നമ്മളൊക്കെ കണ്ടിട്ട്. നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് അനലിറ്റിക്കൽ കെമിസ്ട്രി, അതായത് പ്രാക്ടിക്കൽ കെമിസ്ട്രി. ഈ ഒരു ഭാഗത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പല സ്റ്റുഡൻസും പഠിക്കാനും പഠിപ്പിക്കാനും മറന്നു പോകുന്ന ഒരു ഭാഗമാണിത്. പഠിക്കാനും പഠിപ്പിക്കാനും മറന്നു പോകുന്ന പ്രാക്ടിക്കൽ കെമിസ്ട്രി അല്ലേ, അധികം ഇമ്പോർട്ടൻ്റ് അല്ല, അധികം മാർക്ക് വരില്ല ഇതിൽ നിന്ന്. കറക്റ്റാ, ചിലപ്പോൾ ഒന്നോ മാക്സിമം 2 ക്വസ്റ്റ്യൻ വരുമായിരിക്കും, പക്ഷെ അത് തന്നെ വലിയതല്ല മക്കളെ, അല്ലേ? ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, എസ്പെഷ്യലി ഇപ്പോൾ JEE മെയിൻസ്, JEE അഡ്വാൻസ്ഡിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. JEE അഡ്വാൻസ്ഡിൽ അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. നിങ്ങൾ കണ്ടു കാണും. JEE മെയിൻസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്കുള്ള പേപ്പേഴ്സൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും ഇതിൽ നിന്ന്. ഇതിൽ അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഓർഗാനിക്കിൻ്റെ പാർട്ട് ഉണ്ട്. നിങ്ങൾക്കറിയാം, പ്രിപ്പറേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഡിറ്റക്ഷൻ ഓഫ് എലമെന്റ്സ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്, അല്ലേ? അതേപോലെ തന്നെ ഇനോർഗാനിക്കിൻ്റെ ഭാഗമുണ്ട്, സോൾട്ട് അനാലിസിസ്. അതേപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്, മോർ സോൾട്ട്, പൊട്ടാഷ്, ആലം. അതേപോലെ ഫിസിക്കൽ കെമിസ്ട്രിയുടെ എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്, അതേപോലെ തന്നെ ടൈട്രേഷൻ. അങ്ങനെ കുറേ എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എണ്ണമാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, സോൾട്ട് അനാലിസിസും, മറ്റേത് ടൈട്രേഷൻ. ഓക്കെ, അതിൽ തന്നെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും പഠിക്കാനും പഠിപ്പിക്കാനും ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ ഇന്നൊരു ദിവസം കൊണ്ട് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് മൊത്തം സാറ് പഠിപ്പിച്ചു തരുമോ? മൊത്തം പഠിപ്പിക്കാൻ നിങ്ങൾക്കറിയാം, നമുക്ക് ടൈമിൻ്റെ പരിമിതി ഉണ്ട്. ഓക്കെ, പക്ഷേ സാറ് വളരെ സ്ട്രക്ചേർഡായിട്ട് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുക. സോ ദാറ്റ് നിങ്ങൾ ഇത് റെഫർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം വെരി വെരി ഈസി. 3 ദിവസം ഡിവോട്ട് ചെയ്താൽ മതി മക്കളെ, ഇത് നിങ്ങളുടെ കയ്യിലിരിക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പഠിച്ചാൽ. പലർക്കും സോൾട്ട് അനാലിസിസ് എന്താണെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ആ സ്ട്രക്ചേർഡ് രീതിയിൽ സാർ ഇതിൻ്റെ അടിത്തറ അങ്ങോട്ട് ഇട്ട് തരാം. പിന്നെ നിങ്ങൾ ആ ലാബ് മാനുവൽ കയ്യിൽ വെച്ചിട്ട് ഇത് ചെയ്താൽ മതി മക്കളെ. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇതിൽ നിന്ന് സിമ്പിളായിട്ട് 4 മാർക്ക് കിട്ടും, ഉറപ്പായിട്ട് 4 മാർക്ക് കിട്ടും. അത്രയും സിമ്പിളാണ്. മെമ്മറിയിൽ വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത് സോൾട്ട് അനാലിസിസ്. എല്ലാവരും നോക്കിക്കേ മക്കളെ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ ഞാനിത് പറഞ്ഞു തരാൻ ശ്രദ്ധിക്കുക. സോൾട്ട് അനാലിസിസിൽ നമ്മുടെ ടാസ്ക് എന്താണ്? എല്ലാവരും നോക്കുക. നമ്മളൊരു സോൾട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു സോൾട്ട് കൊണ്ടുവന്ന് വന്നു. ഓക്കെ, ആ ഒരു സോൾട്ടിൻ്റെ സൊല്യൂഷൻ, ഇപ്പോൾ ഇതേപോലത്തെ ഒരു കപ്പിൽ ഒരു സോൾട്ടിൻ്റെ സൊല്യൂഷൻ കൊണ്ടുവന്ന് വന്നു. ആ സോൾട്ടിൽ എന്തായാലും ഒരു കാറ്റയോൺ ഉണ്ടാവും, എന്തായാലും ഒരു ആനയോൺ ഉണ്ടാവും. എല്ലാ സോൾട്ട് സൊല്യൂഷനിലും ഒരു കാറ്റയോണും ഉണ്ടാവും, ഒരു ആനയോണും ഉണ്ടാവും. ഇതിൽ കാറ്റയോണിനെ വിളിക്കുന്ന പേരാണ് ബേസിക് റാഡിക്കൽ.
ആനയോണിനെ വിളിക്കുന്ന പേരാണ് അസിഡിക് റാഡിക്കൽ. കാര്യം എന്താ? കാറ്റയോൺസ് ബേസിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ NaCl എടുക്കുകയാണെങ്കിൽ Na+ എവിടെ നിന്നാണ് വരുന്നത്? NaOH നിന്ന്. ആനയോൺസ് ആസിഡിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ Cl- എവിടെ നിന്നാണ് വരുന്നത്? HCl നിന്ന്. സോ കാറ്റയോൺസ് ആർ ദ ബേസിക് റാഡിക്കൽ, ആനയോൺസ് ആർ ദി അസിഡിക് റാഡിക്കൽ. മറക്കരുത്. ഈ സോൾട്ട് അനാലിസിസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാറ്റയോൺസ് ഏതാ. ഇപ്പൊ നിങ്ങൾക്കൊരു സോൾട്ട് സൊല്യൂഷൻ കൊണ്ടു തന്നു. ആ സോൾട്ട് സൊല്യൂഷനിൽ ഏത് കാറ്റയോൺ ആണ് ഏത് ആനയോൺ ആണ് എന്ന് കണ്ടുപിടിക്കലാണ് നിങ്ങളുടെ ജോലി. അതാണ് സോൾട്ട് അനാലിസിസ്. ഏതാണ് കാറ്റയോൺ ഏതാണ് ആനയോൺ എന്ന് കണ്ടുപിടിക്കുന്നതാണ് നിങ്ങളുടെ പണി. അതാദ്യം മനസ്സിലാക്കുക. പണി എന്താണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഈ സോൾട്ട് അനാലിസിസിൽ നമ്മൾ ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ് ഫോർ ആനയോൺ ആണ്. ആനയോൺസ് ഏതൊക്കെയാണ്, ആനയോൺസിന്റെ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ നിങ്ങളുടെ സിലബസിൽ JEE സിലബസിൽ കുറേ ആനയോൺസ് ഉണ്ട്. പക്ഷെ JEE സിലബസിൽ ഭാഗ്യവശാൽ ഇപ്രാവശ്യം നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് CO3 2-, S2-, അതായത് കാർബണേറ്റ്, സൾഫൈഡ്, സൾഫേറ്റ്, NO3-, നൈട്രേറ്റ്, നൈട്രൈറ്റ്, NO2-, Cl-, ക്ലോറൈഡ്, ബ്രോമൈഡ്, അയോഡൈഡ്. ഇത് മാത്രമാണ്. ഇത് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട JEE മെയിൻസിന്. ഇനി എല്ലാ ടെസ്റ്റിലും ടെസ്റ്റ് ഫോർ ആനയോൺസിൽ 2 ടെസ്റ്റുകളുണ്ട്. പ്രിലിമിനറി ടെസ്റ്റും കൺഫർമേറ്ററി ടെസ്റ്റും. പ്രിലിമിനറി ടെസ്റ്റും കൺഫർമേറ്ററി ടെസ്റ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CO3 2- ആണോ എന്നറിയാനായിട്ട് ഒരു പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ട്. അതായത് ഒരു സാമ്പിൾ വെടിക്കട്ട്. ആ പ്രിലിമിനറി ടെസ്റ്റ് പാസ്സായാൽ പിന്നെ അത് ഉറപ്പിക്കാനായിട്ട് CO3 2- ആണോ എന്ന് ഉറപ്പിക്കാനായിട്ട് ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട്. എല്ലാ ആനയോൺസിനും അങ്ങനെ തന്നെയാണ്. ഇപ്പം S2- ആണോ എന്ന് അറിയാൻ ഒരു പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ട്. അത് ഉറപ്പിക്കാനായിട്ട് ഒരു കൺഫർമേറ്ററി ടെസ്റ്റും ഉണ്ട്. സോ ദർ ആർ പ്രിലിമിനറി ടെസ്റ്റ് ആൻഡ് കൺഫർമേറ്ററി ടെസ്റ്റ്. അതേപോലെ തന്നെയാണ് കാറ്റയോൺസിനും. കാറ്റയോൺസിനും ഈ പറഞ്ഞ പോലെ പ്രിലിമിനറി ടെസ്റ്റുമുണ്ട്, കൺഫർമേറ്ററി ടെസ്റ്റുമുണ്ട്. ഏതൊക്കെ കാറ്റയോൺസിൻ്റെ ടെസ്റ്റുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്? നിങ്ങളുടെ സിലബസിലുള്ള ഏതൊക്കെയാ? Pb2+, Cu2+, Al3+, Fe3+, Zn2+, Ni2+, Ca2+, ഇത് Ca ആണ് കേട്ടോ, Ca2+, അതേപോലെ തന്നെ Ba2+, Mg2+, NH4+. ഈ കാറ്റയോൺസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആനയോൺസിൻ്റെ ലിസ്റ്റ് അറിഞ്ഞിരിക്കുക, കാറ്റയോൺസിൻ്റെ ലിസ്റ്റ് അറിഞ്ഞിരിക്കുക, ഏതൊക്കെയാണ് JEE സിലബസിലുള്ളതെന്ന്. ആനയോൺസ് ലിസ്റ്റ് കഴിഞ്ഞ പേജിൽ ഞാൻ തന്നു, കാറ്റയോൺസ് ലിസ്റ്റ് ഈ പേജിൽ തന്നു. ഓക്കെ. ഇനി അപ്പോൾ എല്ലാത്തിനും ഒരു പ്രിലിമിനറി ടെസ്റ്റും ഉണ്ട്, കൺഫർമേറ്ററി ടെസ്റ്റും ഉണ്ട്. ഇനി നമ്മൾ ആനയോൺസിൻ്റെ ടെസ്റ്റുകളിലേക്ക് കിടക്കുകയാണ്. ആനയോൺസിൻ്റെ ടെസ്റ്റുകളിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും നോക്കിയേ, ആനയോൺസ് നമുക്ക് 2 ഗ്രൂപ്പായിട്ട് തരംതിരിക്കാം. ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഇത് പറഞ്ഞു തരണം, പെട്ടെന്ന് നിങ്ങളുടെ തലയിൽ നിൽക്കാനായിട്ട്. ആനയോൺസ് 2 ഗ്രൂപ്പായിട്ട് തരംതിരിക്കാം, ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. ഈ ഗ്രൂപ്പ് 1-ൽ തന്നെ ക്ലാസ് A ആൻഡ് ക്ലാസ് B എന്ന് തരംതിരിക്കാം. ഗ്രൂപ്പ് 1-നെ തന്നെ ക്ലാസ് A, ക്ലാസ് B ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാർ പറഞ്ഞു തരുന്നത്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 ഉണ്ട്. ഗ്രൂപ്പ് 1-നെ നമ്മൾ ക്ലാസ് A, ക്ലാസ് B ആക്കുന്നു. ക്ലാസ് എയിലുള്ളവന്മാരാണ് CO3 2-, S2-, NO2-, അസറ്റേറ്റ് ആൻഡ് സൾഫൈറ്റ്. ഇതിൽ സാർ ഇവിടെ അടിവര ഇട്ട് വെച്ചിട്ടില്ലേ, ഇവന്മാർ മാത്രമേ JEE സിലബസിലുള്ളൂ. ഈ അടിവര ഇട്ട് വെച്ചിട്ടില്ലേ മക്കളെ, ഈ അടിവര ഇട്ട് വെച്ചിട്ടില്ലേ, ആ പിങ്ക് ലൈൻ വെച്ച് അടിവര ഇട്ട് വെച്ചിട്ടില്ലേ, അത് മാത്രം നിങ്ങളുടെ JEE മെയിൻ സിലബസിലുള്ളൂ. അപ്പോൾ അസറ്റേറ്റും SO3 2- ഇല്ല, വിട്ടേക്കും. പക്ഷെ നിങ്ങളുടെ ലാബ് മാനുവലിൽ നിങ്ങൾ കാണും. അതുകൊണ്ടാണ് സാർ പറയുന്നത്, ലാബ് മാനുവൽ നോക്കുമ്പോൾ നിങ്ങൾ കാണും അസറ്റേറ്റും SO3 2- കാണും. അപ്പോൾ അത് പഠിക്കണോ? വേണ്ട. ഓക്കെ, ഇവന്മാരെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ക്ലാസ് ബിയിൽ Cl-, Br-, I-, NO3-, പിന്നെ ഓക്സലേറ്റ്. അതിൽ ഈ അടിവര ഇട്ട് വെച്ചവന്മാർ മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ ഓക്സലേറ്റ് വേണോ? വേണ്ട. ഓക്സലേറ്റ് നിങ്ങളുടെ ലാബ് മാനുവലിലുണ്ടോ? ഉണ്ട്, പക്ഷെ അത് വേണ്ട. ഓക്കെ. നെക്സ്റ്റ് ഗ്രൂപ്പ് 2-ലുള്ളത് SO4 2-, PO4 3-, സൾഫേറ്റ് ആൻഡ് ഫോസ്ഫേറ്റ്. അപ്പം നിങ്ങൾ ചോദിക്കും, സാർ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്ലാസ് A, ക്ലാസ് B, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 എന്ന രീതിയിലൊക്കെ സാർ ക്യാരക്ടറൈസ്, അതായത് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്? വളരെ സിമ്പിളാണ്. ഈ ആനയോൺസിൻ്റെ ടെസ്റ്റിൽ നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ടീച്ചർ വന്നിട്ട് ഈ ഒരു കണ്ടെയ്നറിൽ ഒരു സോൾട്ട് സൊല്യൂഷൻ തന്നു, എന്നിട്ട് ഏത് ആനയോൺ ആണ് എന്ന് ചോദിച്ചു. ഇതിൽ ഏത് ആനയോൺ ആണ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് എന്താണെന്നറിയോ? നിജിലെ കുറേ നാളായല്ലേ, ഈ സോൾട്ട് എടുക്കുക, അതായത് ഈ സൊല്യൂഷൻ എടുക്കുക, അതിനെ ഡൈല്യൂട്ട് H2SO4 ട്രീറ്റ് ചെയ്യുക. ഡൈല്യൂട്ട് H2SO4 അതിലൊഴിക്കുക.
ഡൈല്യൂട്ട് H2SO4 ഒഴിച്ചിട്ട് അതിൽ നിന്ന് ഗ്യാസ് വരികയാണെങ്കിൽ അത് ബേസിക്കലി ഗ്രൂപ്പ് 1 ക്ലാസ് എ ആനയോൺസ് ആണ്. സോൾട്ട് സൊല്യൂഷനിൽ ഡൈല്യൂട്ട് H2SO4 ഒഴിച്ചിട്ട് ഗ്യാസ് വരികയാണെങ്കിൽ അത് ഗ്രൂപ്പ് 1 ക്ലാസ് എ ആനയോൺസ് ആണ്. അതായത് CO3 ആവാം, S2 ആവാം, SO3 ആവാം, അസറ്റേറ്റ് ആവാം, NO2 ആവാം. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ 3 എണ്ണമാണ് ക്ലാസ് എയിൽ. അപ്പം നിങ്ങൾ ചോദിക്കും സാർ ഏത് ഗ്യാസാണ് വരിക? അത് നിങ്ങളുടെ ലാബ് മാനുവലിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നോക്കിയേ, പ്രിലിമിനറി ടെസ്റ്റ് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. അതായത് നിങ്ങൾ ആ സോൾട്ട് സൊല്യൂഷനിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു. അതാണ് ആദ്യത്തെ പ്രിലിമിനറി ടെസ്റ്റ്. ആ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിട്ട് ഗ്യാസ് CO2 ആണെങ്കിൽ നിങ്ങൾക്ക് കാർബണേറ്റ് ആനയോൺ ആയിരിക്കും അതിനകത്തുള്ളത്. ഗ്യാസ് ഹൈഡ്രജൻ സൾഫൈഡ് ആണെങ്കിൽ സൾഫൈഡ് ആനയോൺ ആണ് അതിനകത്തുള്ളത്. ഗ്യാസ് SO2 ആണെങ്കിൽ സൾഫൈറ്റ് ആണുള്ളത്. സൾഫൈറ്റ് പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും NO2 ആണെങ്കിൽ നൈട്രൈറ്റ് ആണുള്ളത്. അസറ്റിക് ആസിഡിൻ്റെ വേപ്പേഴ്സ് ആണെങ്കിൽ അസറ്റേറ്റ് ആണുള്ളത്. ഓക്കെ മക്കളെ, മനസ്സിലായോ കുട്ടന്മാരെ? അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് മനസ്സിലായല്ലോ. എങ്ങനെയാണ് ക്ലാസ് എ ആനയോൺസ് എന്ന് പറയുമ്പോൾ പ്രിലിമിനറി ടെസ്റ്റ് ഡൈല്യൂട്ട് H2SO4 ഒഴിക്കുന്നു. CO2 ഗ്യാസ് വരികയാണെങ്കിൽ CO3 H2S ഗ്യാസ് വരികയാണെങ്കിൽ S2 SO2 ഗ്യാസ് വരികയാണെങ്കിൽ സൾഫൈറ്റ്, NO2 ഗ്യാസ് വരികയാണെങ്കിൽ NO2 അസറ്റിക് ആസിഡ് വേപ്പേഴ്സ് വരികയാണെങ്കിൽ അസറ്റേറ്റ്. ഇതാണ് പ്രിലിമിനറി ടെസ്റ്റ്. ഇനി ഈ പ്രിലിമിനറി ടെസ്റ്റ് പാസ്സായ ആനയോൺസ് ഉണ്ടല്ലോ, അതായത് ഇവന്മാരിൽ ആരെങ്കിലും ആയിരിക്കും ഇപ്പം നിങ്ങളുടെ ഈ കണ്ടെയ്നറിൽ ഉള്ളത്. ഇപ്പം നിങ്ങളുടെ കണ്ടെയ്നറിൽ ഇവന്മാരിൽ ആരെങ്കിലും ആയിരിക്കും. ഇവന്മാരിൽ ആരെങ്കിലും ആണോ എന്ന് കൺഫേം ചെയ്യാനുള്ളവന്മാരാണ് കൺഫർമേറ്ററി ടെസ്റ്റ്. ഈ കൺഫർമേറ്ററി ടെസ്റ്റ് സാർ ഇന്ന് എടുക്കില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫർമേറ്ററി ടെസ്റ്റ് കുറേ ഉണ്ട്. അത് നിങ്ങൾ ലാബ് മാനുവലിൽ നോക്കിയാൽ മനസ്സിലാവും. സാർ ഇപ്പോൾ ഇത് സ്ട്രക്ചേർഡ് ആയിട്ട് പറഞ്ഞു തരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എവിടെ നോക്കേണ്ടതെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി CO2 ഗ്യാസ് ആണ് പുറത്തേക്ക് വരുന്നത്. ഡൈല്യൂട്ട് H2SO4 ഒഴിച്ചു സോൾട്ടിൽ CO2 ഗ്യാസ് പുറത്തേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കാർബണേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. ഇത് നിങ്ങളുടെ ലാബ് മാനുവലുണ്ട്, ടെസ്റ്റ് ഫോർ കാർബണേറ്റ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാവരും നോക്കിയാൽ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. സോഡിയം കാർബണേറ്റ് എടുത്തു. സോഡിയം കാർബണേറ്റ് ആണ് സോൾട്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ സോഡിയം കാർബണേറ്റ് അല്ല വേറെ ഏതെങ്കിലും കാർബണേറ്റ് ഉള്ള സോൾട്ട് ആണെങ്കിലോ? എന്തായാലും മിക്കപ്പോഴും സോഡിയം കാർബണേറ്റ് എന്നുള്ള എക്സാമ്പിൾ വെച്ച് ചെയ്യുള്ളൂ. കാര്യം സോഡിയം സോൾട്ട്സ് ആർ സോല്യുബിൾ. ജനറലി സോഡിയം സോൾട്ട്സ് ആർ സോല്യുബിൾ. അപ്പോൾ സോഡിയം കാർബണേറ്റിൻ്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ സോഡിയം സോൾട്ട്സിൻ്റെ എക്സാമ്പിൾസ് വെച്ചിട്ടായിരിക്കും ആനയോൺസിൻ്റെ ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നത്. കാര്യം സോഡിയം സോൾട്ട്സ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ ദ സോൾട്ട്സ് ആർ സോല്യുബിൾ. അപ്പോൾ സോഡിയം കാർബണേറ്റ് പ്ലസ് H2SO4 ഗിവിങ് യു Na2SO4 പ്ലസ് H2O പ്ലസ് CO2. കണ്ട CO2 പുറത്ത് വന്ന് കണ്ടോ? ഇനി CO2 ആണോ എന്ന് എങ്ങനെയാണ് കൺഫേം ചെയ്യുക? ലൈം വാട്ടറിൽ ഇടുക, അത് മിൽക്കി ആവും. ഓക്കെ, കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യും. അത് തന്നെ എക്സസ് ആയിട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ സോല്യബിൾ ആവും, കാൽഷ്യം ബൈ കാർബണേറ്റ്. അപ്പോൾ CO2 പുറത്ത് വന്നു എന്ന് മനസ്സിലാവും. CO2 പുറത്ത് വന്നു എന്ന് മനസ്സിലാവുമ്പോൾ CO3 ആണ് ആനയോൺ എന്ന് മനസ്സിലാവും. ഇതാണ് കൺഫർമേറ്ററി ടെസ്റ്റ്. പ്രിലിമിനറി ടെസ്റ്റ് ആണ് ഇത്. അതിൻ്റെ താഴത്തുള്ളതാണ് കൺഫർമേറ്ററി ടെസ്റ്റ്. ഇതേപോലെ സൾഫൈഡിൻ്റെ പ്രിലിമിനറി ടെസ്റ്റ് ആണ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. പുറത്തു വരുന്ന ഗ്യാസ് H2S. അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റും നിങ്ങളുടെ ലാബ് മാനുവലുണ്ട്. അതിപ്പോൾ സാർ ഇവിടെ കാണിക്കുന്നില്ല, മറ്റൊന്നും കൊണ്ടല്ല, അത് കുറേ ഉണ്ട്, നമുക്കത് വായിച്ച സമയം കളയാനില്ല. നിങ്ങളത് ചെയ്യണം. നിങ്ങൾ വിചാരിക്കും സാറ് കാണിച്ചില്ല അതുകൊണ്ട് ഞാൻ പഠിക്കണല്ലോ. അങ്ങനെ ചെയ്യരുത് മക്കളെ. കൺഫർമേറ്ററി ടെസ്റ്റ് ഓർത്ത് വെക്കണം. സാർ ഇപ്പോൾ സ്ട്രക്ചേർഡ് ആയിട്ട് പറഞ്ഞു തന്നില്ലേ? സോൾട്ട് എടുക്കുന്നു, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നു, CO2 ആണെങ്കിൽ CO3 H2S ഗ്യാസ് വരികയാണെങ്കിൽ S2 അങ്ങനെ S2S ഗ്യാസ് വന്നു അറിഞ്ഞാൽ S2 ആണ്. അത് കഴിഞ്ഞ് S2 കൺഫർമേറ്ററി ടെസ്റ്റുകളുണ്ട്. അത് നിങ്ങളുടെ ലാബ് മാനുവലിൽ നിങ്ങൾ നോട്ട് ചെയ്യണം, എല്ലാം പഠിക്കണം. ഇനിയിപ്പോൾ അതല്ല, NO2 ആണ് പുറത്ത് വരുന്നത്. SO3 ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. NO2 ആണ് പുറത്ത് വരണമെങ്കിൽ NO2 ആണ്. അപ്പോൾ NO2 കൺഫർമേറ്ററി ടെസ്റ്റുകളുണ്ട്, അത് നിങ്ങൾ പഠിക്കണം. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ആ സ്ട്രക്ചർ മനസ്സിലായോ കുട്ടന്മാരെ? ആ സ്ട്രക്ചർ മനസ്സിലായോ? ഇനി ഈ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിട്ട് ഗ്യാസ് ഒന്നും പുറത്ത് വന്നില്ല എന്ന് വിചാരിക്കുക. അതായത് ഈ കണ്ടെയ്നറിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു, പക്ഷെ ഗ്യാസ് ഒന്നും പുറത്ത് വന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ പ്രിലിമിനറി ടെസ്റ്റിലേക്ക് കിടക്കും. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിട്ട് ഒന്നും നടന്നില്ല. അപ്പോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കും നിങ്ങൾ. രണ്ടാമത്തെ പ്രിലിമിനറി ടെസ്റ്റ് സോൾട്ട് പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിട്ട് ഗ്യാസ് പുറത്ത് വരികയാണെങ്കിൽ
Then group 2 class B, wait a minute, then we have group 2 alla group 1 class B, group 1 class B anions. Group 1 class B anions ഏതാ സാർ നേരത്തെ പറഞ്ഞില്ലേ? ഗ്രൂപ്പ് 1 ക്ലാസ് ബി ആനയോൺസ് ഏതൊക്കെയാ? ഒന്നിലെ Cl- ആവാം, Br- ആവാം, I- ആവാം, NO3- ആവാം, C2O4 ആവാം. ഓക്കെ, അപ്പൊ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിട്ട് ഗ്യാസ് പുറത്തു വരികയാണെങ്കിൽ Cl- ആവാം, Br- ആവാം, I- ആവാം, NO3- ആവാം, ഓക്സലേറ്റ് ആവാം. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇവന്മാർ 4 പേരും മാത്രമാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെ ഗ്യാസാ പുറത്തു വരണേന്ന്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിട്ട് പുറത്തു വരുന്നത് HCl ആണെങ്കിൽ ക്ലോറൈഡ് ആനയോൺ ആണ്. പുറത്തു വരുന്നത് ബ്രോമിൻ വേപ്പേഴ്സ് ആണ്, റെഡിഷ് ബ്രൗൺ. എല്ലാവരും നോക്കിയേ, ബ്രോമിൻ വേപ്പർ എന്ന് പറയുമ്പോൾ റെഡിഷ് ബ്രൗൺ ഗ്യാസ് ആണ്. ബ്രോമിൻ വേപ്പേഴ്സ് ആണ് വരണമെങ്കിൽ, റെഡിഷ് ബ്രൗൺ ഗ്യാസാണ് വരണമെങ്കിൽ ബ്രോമൈഡ് ആണ്. വയലറ്റ് വേപ്പേഴ്സ് ആണ് വരണമെങ്കിൽ അയഡിൻ വേപ്പർ ആണ്, ആനയോൺ I- ആണ്. ബ്രൗൺ ഫ്യൂംസ് ആണ് വരണമെങ്കിൽ NO2 ഗ്യാസ് ആണ് പുറത്തു വരുന്നത്, നൈട്രേറ്റ് ആനയോൺ ആണ്. ഇനി കളർലെസ് ഗ്യാസ് ആണെങ്കിൽ അത് കാർബൺ മോണോക്സൈഡോ കാർബൺ ഡൈ ഓക്സൈഡോ ആവാം, രണ്ടും ചേർത്താവാം, ദാറ്റ് ഇസ് ഓക്സലേറ്റ്. പക്ഷെ ഓക്സലേറ്റ് നിങ്ങൾക്ക് പഠിക്കാനില്ല, നിങ്ങൾക്ക് ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഏത് ഒരു മിനിറ്റ്, ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു, ഒരു ഗ്യാസും വന്നില്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിട്ട് കളർലെസ് ഗ്യാസ് വിത്ത് പഞ്ചൻ സ്മെൽ ആണെങ്കിൽ HCl ഗ്യാസ് ആണ്, Cl- ആണ് ആനയോൺ. റെഡിഷ് ബ്രൗൺ ഗ്യാസ് ആണ് വരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ബ്രോമിൻ ആവാം അല്ലെങ്കിൽ NO2 ആവാം. അപ്പോൾ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അത് മനസ്സിലാക്കുക. Br2 വേപ്പേഴ്സ് ആണെങ്കിൽ ബ്രോമൈഡ് ആണ്, I2 വേപ്പേഴ്സ് ആണെങ്കിൽ I- ആണ്, NO2 ആണെങ്കിൽ NO3- ആണ്. ഇനി ഇത് പ്രിലിമിനറി ടെസ്റ്റ് ആണ്. ഏത്? ക്ലാസ് ബി ആനയോൺസിന്റെ പ്രിലിമിനറി ടെസ്റ്റ്. ഇവന്മാർക്ക് കൺഫോർമേറ്ററി ടെസ്റ്റുകളുമുണ്ട്. അത് നിങ്ങളുടെ ലാബ് മാനുവലുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ Cl2ൻ്റെ കേട്ട് കാണും. ഇപ്പോൾ HCl ആണ് പുറത്ത് വരുന്നത്. നിങ്ങൾ വിചാരിച്ചു ഓക്കെ Cl- ആവാം, അപ്പോൾ Cl- കൺഫോർമേറ്ററി ടെസ്റ്റുകൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ക്രോമിൽ ക്ലോറൈഡ് ടെസ്റ്റ് ഒക്കെ നിങ്ങളുടെ ലാബ് മാനുവലിൽ വ്യക്തമായിട്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ കൺഫോർമേറ്ററി ടെസ്റ്റ് എല്ലാം നിങ്ങൾ ഓർത്ത് വെക്കണം. അതിപ്പോൾ സാർ ഇവിടെ തരുന്നില്ല, കാര്യം അത് കുറേ ഉണ്ട്, നമുക്ക് ടൈമിൻ്റെ പരിധി ഉണ്ട്. പക്ഷേ സ്ട്രക്ചേർഡ് ആയിട്ട് ഇത് ഓർത്ത് വെക്കുക. ആദ്യം പ്രിലിമിനറി ടെസ്റ്റ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു, അതിൽ ഗ്യാസ് വരികയാണെങ്കിൽ ക്ലാസ് എ ആനയോൺസ് ആയിരിക്കും. അതിൽ ഗ്യാസ് വന്നില്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക. അതിൽ ഗ്യാസ് വരികയാണെങ്കിൽ ക്ലാസ് ബി ആനയോൺസ് ആയിരിക്കും. അതിൽ ഏത് ഗ്യാസാണ് പറഞ്ഞത് അതനുസരിച്ച് ഏത് ആനയോണാണെന്ന് നോക്കുക. എന്നിട്ട് ആ ആനയോണിൻ്റെ കൺഫോർമേറ്ററി ടെസ്റ്റും പഠിച്ചു വയ്ക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒരു തംസപ്പ് ഇട്ടേ മക്കളെ, ഒരു ഹാർട്ടോ ഒരു തംസപ്പോ ഇട്ടേടാ മക്കളെ, ഒരു ഹാർട്ടോ ഒരു തംസപ്പോ ഇട്ടേടാ മക്കളെ. ഇനി ഈ 2 ടെസ്റ്റും പാസ്സായില്ല എന്ന് വിചാരിക്കുക. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിട്ട് ഗ്യാസ് ഒന്നും വന്നില്ല, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിട്ടും ഗ്യാസ് ഒന്നും വന്നില്ല. അപ്പോഴാണ് എന്ത്? ഇഫ് ഡൈല്യൂട്ട് H2SO4 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4 ടെസ്റ്റ് ഫെയിൽസ്, അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് 2 ആനയോൺസ് ആണെന്ന് പറയാം. ഗ്രൂപ്പ് 2 ആനയോൺസ് ഏതൊക്കെയാണ്? സൾഫേറ്റും ഫോസ്ഫേറ്റും. അതിൽ സൾഫേറ്റ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിട്ട് ഗ്യാസ് വന്നില്ല, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്നിട്ടും ഗ്യാസ് വന്നില്ല, അപ്പോൾ സൾഫേറ്റോ ഫോസ്ഫേറ്റോ ആണ്. അതിൽ സൾഫേറ്റ് മാത്രമേ നിങ്ങൾ പഠിക്കാനുള്ളൂ. അപ്പോൾ സൾഫേറ്റിൻ്റെ കൺഫോർമേറ്ററി ടെസ്റ്റ് പഠിച്ചു വയ്ക്കുക. സൾഫേറ്റിൻ്റെ കൺഫോർമേറ്ററി ടെസ്റ്റ് നിങ്ങളുടെ ലാബ് മാനുവലിൽ തന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അത് മാത്രം ഒരു സാമ്പിൾ കാണിച്ചു തരാം. ടെസ്റ്റ് ഓഫ് സൾഫേറ്റ് ആനയോൺസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കിയേ മക്കളെ, Na2SO4 എന്ന സൾഫേറ്റിൻ്റെ സോൾട്ട് എടുത്തു, അത് BaCl2 ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഇതാണ് കൺഫോർമേറ്ററി ടെസ്റ്റ്. BaCl2 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബേരിയം സൾഫേറ്റ് കിട്ടും, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ സൾഫേറ്റ് ആണെന്ന് കുറച്ച് ഉറപ്പ് വന്നു. അതേപോലെ തന്നെ Na2SO4 എടുത്തിട്ട് ലെഡ് അസറ്റേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തു, അപ്പോൾ ലെഡ് സൾഫേറ്റ് കിട്ടും, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ സൾഫേറ്റ് ആണെന്ന് ഡബിൾ ആയിട്ട് ഉറപ്പിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. പ്രിലിമിനറി ടെസ്റ്റ് ആദ്യത്തെ ഡൈല്യൂട്ട് H2SO4 പാസ്സായോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ക്ലാസ് എ ആനയോൺസ്. എന്നിട്ട് ഓരോത്തിൻ്റെ കൺഫോർമേറ്ററി ടെസ്റ്റ് നോക്കുക. പാസ്സായില്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ടെസ്റ്റ് ചെയ്യുക. പാസ്സായോ നോക്കുക. പാസ്സായെങ്കിൽ അവരുടെ കൺഫോർമേറ്ററി ടെസ്റ്റ് ചെയ്യുക. ഏത് ആനയോണിൻ്റെ പാസ്സായത് അതിൻ്റെ കൺഫോർമേറ്ററി ടെസ്റ്റ് ചെയ്യുക. പാസ്സായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഗ്രൂപ്പ് 2 ആനയോൺസ് ആണ്. ഏതാണ്? SO4 - അല്ലെങ്കിൽ PO4 - അതിൽ SO4 - മാത്രമേ പഠിക്കാനുള്ളൂ. SO4 - കൺഫോർമേറ്ററി ടെസ്റ്റ് പഠിച്ചു വയ്ക്കുക. മനസ്സിലായോ മക്കളെ? ഇസ് എ ക്ലിയർ? ഗോട്ട് ഇറ്റ്? ഇനി
കാറ്റയോൺസിൻ്റെ കേസ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യിപ്പിക്കാം കേട്ടോ, വെയിറ്റ് ചെയ്യും. ആദ്യം സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും, അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാവും. ഈ സ്ട്രക്ചർ മനസ്സിലാവണം. പലർക്കും ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്താണെന്ന് പോലും അറിയില്ല, അതുകൊണ്ടാണ് സാർ ഈ സ്ട്രക്ചർ ഇട്ട് തരണം, ഈ അടിത്തറ. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി പഠിക്കാൻ വളരെ വളരെ എളുപ്പമാവും. നെക്സ്റ്റ്, ടെസ്റ്റ് ഫോർ കാറ്റയോൺസ്. ഇപ്പോൾ ആനയോൺസ് ഐഡൻറ്റിഫൈ ചെയ്തു, ഇനി ഈ കണ്ടെയ്നറിൽ ബാക്കിയുള്ള എന്താ? കാറ്റയോൺ ആണ്. കാറ്റയോണിൻ്റെ ടെസ്റ്റുകൾ 2 തരത്തിലുണ്ട്, ഡ്രൈ ടെസ്റ്റ് ആൻഡ് വെറ്റ് ടെസ്റ്റ്. ഡ്രൈ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി കെമിക്കൽ റിയാക്ഷൻ ഒന്നുമില്ല, നമ്മൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തിട്ടോ കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകളാണ്. വെറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സൊല്യൂഷൻസ് ഒക്കെ ഒഴിച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ ആനയോൺസിൻ്റെ കേസിൽ കണ്ട പോലെ ഓരോന്ന് ഒഴിച്ചിട്ട് നമ്മൾ നോക്കും. ആദ്യം ഡ്രൈ ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. കളർ ടെസ്റ്റ് ഉണ്ട്, എല്ലാവരും നോക്കിക്കേ മക്കളെ, എല്ലാവരും നോക്കുക. കളർ ടെസ്റ്റ്, അതായത് ആ കാറ്റയോണിൻ്റെ കളറ് കണ്ടാൽ, കളർ ഓർത്ത് വെക്കേണ്ട കുറച്ച് കളേഴ്സ് ഉണ്ട് ഇവിടെ മക്കളെ. ഇത് നിങ്ങളുടെ ലാബ് മാനുവലിൽ ഉള്ളത് തന്നെയാണ്. നിങ്ങൾക്കുള്ള കാറ്റയോൺസ് ഇവിടെ ദേ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. Fe3+ൻ്റെ കളറ്, Fe3+ന് Fe2+നെയും കളർ ഉണ്ട് ആക്ച്വലി DNF ബ്ലോക്കിൽ നിങ്ങൾക്ക് പഠിച്ചാൽ. പക്ഷേ ഇവിടെ Fe3+ന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, Fe2+ ആണെങ്കിൽ ലൈറ്റ് ഗ്രീൻ, Fe3+ ആണെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ. ഓക്കെ, യെല്ലോ ബ്രൗൺ കളറായിരിക്കും. Cu2+ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ബ്ലൂ ആണ്. Ni2+ ആണെങ്കിൽ ബ്രൈറ്റ് ഗ്രീൻ ആണ്. CO2+ ആണെങ്കിൽ ബ്ലൂ, റെഡ്, വയലറ്റ് ഓർ പിങ്ക് കളർ വരാം. Mn2+ ആണെങ്കിൽ ലൈറ്റ് പിങ്ക്. ഓക്കെ മക്കളെ, ഫൈൻ, ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഡ്രൈ ഹീറ്റ് ടെസ്റ്റ് ഉണ്ട്. ഡ്രൈ ഹീറ്റ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോൾട്ട് എടുത്തിട്ട് ഡ്രൈ ആയിട്ട് ഹീറ്റ് ചെയ്യും. ഈ ഡ്രൈ ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി കോൾഡർ ടെമ്പറേച്ചറിൽ ബ്ലൂ കളർ ആണെങ്കിൽ ദാറ്റ്സ് Cu2+. ഹോട്ട് ടെമ്പറേച്ചറിൽ വൈറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് അഗെയിൻ Cu2+. അതേപോലെ തന്നെ ഗ്രീൻ കോൾഡിലും ഹോട്ടിൽ ഡേർട്ടി വൈറ്റ് ഓർ യെല്ലോ ആണെങ്കിൽ Fe2+ ആണ്. അതേപോലെ കോൾഡിൽ വൈറ്റും ഹോട്ടിൽ യെല്ലോവും ആണെങ്കിൽ Zn2+ ആണ്. കോൾഡിൽ പിങ്കും ഹോട്ടിൽ ബ്ലൂവും ആണെങ്കിൽ CO2+ ആണ്. ഇത് ഡ്രൈ ഹീറ്റ് ടെസ്റ്റ്. മറ്റേത് സാധാ കളർ ടെസ്റ്റ്. ഇവിടെ ഹീറ്റ് ചെയ്യണ്ട, ഇവിടെ ഹീറ്റ് ചെയ്യണം. ഓക്കെ, ഡ്രൈ ഹീറ്റ് ടെസ്റ്റ്. നെക്സ്റ്റ് ഉള്ളതാണ് ഫ്ലെയിം ടെസ്റ്റ്. ഫ്ലെയിം ടെസ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്കറിയാം. ഫ്ലെയിം ടെസ്റ്റിൽ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇതേപോലത്തെ ഒരു സ്പൂൺ എടുക്കും, ഒരു പ്ലാറ്റിനം വയർ, എന്നിട്ട് നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൽ കൊണ്ടുവന്ന് ഇത് മുക്കും. ആ ടെസ്റ്റ് ട്യൂബിൽ സോൾട്ട് സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിൽ കൊണ്ടുവന്ന് ഇത് മുക്കും. അതിൽ കൊണ്ടുവന്ന് മുക്കിയിട്ട് നമ്മൾ ഫ്ലെയിമിൽ കാണിക്കും. ഒരു ഫ്ലെയിമിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇത് 2016 JEEൽ വന്ന ഭാഗമാണ്. എല്ലാവരും സ്റ്റുഡൻസും വിചാരിച്ചു ഇത് വളരെ ഈസിയാണ്, ഇത് ഓർത്ത് വെക്കേണ്ടതാണ്. പക്ഷേ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെ വരും. എന്താ ചോദിച്ചതെന്നറിയോ? ഒരു ഫ്ലെയിമിൻ്റെ കോമ്പണൻസ്. ഒരു ഫ്ലെയിമിൻ്റെ ഏറ്റവും മേളത്തുള്ള ഭാഗമാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം. ഏറ്റവും മേളത്തെ ഭാഗത്തിനെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ ഓക്സിജൻ എക്സസിലുണ്ട്. ഇതിനെയാണ് നമ്മൾ നോൺ ലൂമിനസ് പാർട്ട് എന്ന് വിളിക്കുന്നത്. നോൺ ലൂമിനസ് ഫ്ലെയിം. ദിസ് ഇസ് നോൺ ലൂമിനസ് ഫ്ലെയിം, ഏറ്റവും മേളത്തെ ഭാഗം. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ ഭാഗം, ദിസ് ഈസ് റെഡ്യൂസിങ് ഫ്ലെയിം. അവിടെ ഓക്സിജൻ ലെസ് ആണ്, ഓക്സിജൻ അധികം ഇല്ല. ദാറ്റ് പാർട്ട് ഇസ് കോൾഡ് ആസ് ലൂമിനസ് ഫ്ലെയിം. ഇതിനെയാണ് നമ്മൾ ലൂമിനസ് ഫ്ലെയിം എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം കണ്ടോ നിങ്ങൾ? ഇവിടുത്തെ ഈ ഭാഗം കണ്ടോ? ദിസ് ഈസ് ദ മോസ്റ്റ്, ഏറ്റവും കൂടുതൽ ഹോട്ടസ്റ്റ് പാർട്ട് ഓഫ് ദ ഫ്ലെയിം എന്ന് പറയാവുന്ന ഭാഗമാണത്. ഏറ്റവും ഹോട്ടസ്റ്റ് റീജിയൻ ഈ ഒരു ഭാഗമാണ് ഹോട്ടസ്റ്റ് റീജിയൻ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. 2016 ക്വസ്റ്റ്യൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ നോൺ ലൂമിനസ് പാർട്ടിലാണ് കാണിക്കുക. അതായത് ഈ സോൾട്ട് സൊല്യൂഷൻ ഈ പ്ലാറ്റിനം വയർ എടുത്ത് ടെസ്റ്റ് ട്യൂബിൽ മുക്കി, എന്നിട്ട് ഈ നോൺ ലൂമിനസ് പാർട്ടുണ്ടല്ലോ ഇവിടെ കൊണ്ടുവന്നാൽ കാണിക്കുക. ഇതൊക്കെ ഓർത്ത് വെക്കണം. സിമ്പിളായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, സിമ്പിളായിട്ട് തിയററ്റിക്കൽ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ നോൺ ലൂമിനസ് പാർട്ടിൽ കാണിച്ചിട്ട് ക്രിംസൺ റെഡ് ഫ്ലെയിം ആണെങ്കിൽ Li+, ഗോൾഡൻ യെല്ലോ ആണെങ്കിൽ Na+,
ലൈലാക്ക് ആണെങ്കിൽ കെ പ്ലസ്, റെഡിഷ് ബ്രൗൺ ആണെങ്കിൽ ആർ ബി പ്ലസ്, ബ്ലൂ ആണെങ്കിൽ സി എസ് പ്ലസ്. ഫ്ലെയിം ടെസ്റ്റിൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് അറിയാം. ബ്ലൂ ഗ്രീൻ ആണെങ്കിൽ CU2 പ്ലസ്. BE2+നും MG2+നും ഫ്ലെയിം ടെസ്റ്റ് കാണിക്കില്ല. കാര്യം അവരുടെ അയണൈസേഷൻ എനർജി വളരെ ഹൈ ആണ്. Their ionization energy is very high. കാര്യം ബേസിക്കലി കളറ് കാണിക്കണതിൻ്റെ കാര്യം എന്താണ്? കളറ് കാണിക്കാൻ കാര്യം എന്താണ്? എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ്. BE2+, BEയിലും മെഗ്നീഷ്യത്തിലും അയണൈസേഷൻ എനർജി വളരെ കൂടുതലായതുകൊണ്ട് എക്സൈറ്റേഷൻ നടക്കില്ല. ദാറ്റ് ഈസ് വൈ. ഗോട്ട് ഇറ്റ്? അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അതേപോലെ CA2+ന് ബ്രിക്ക് റെഡ്, SR2+ന് ക്രിംസൺ റെഡ്, BA2+ന് ബേരിയത്തിന് ആപ്പിൾ ഗ്രീൻ, PB2+ന് ബ്ലൂ. ഇത് ഓർത്ത് വയ്ക്കുക ഫ്ലെയിം ടെസ്റ്റിൻ്റെ കളേഴ്സ്. അതേപോലെ ഈ ചെറിയ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഓക്സിഡൈസിങ് ഫ്ലെയിം ഏതാണ്, റെഡ്യൂസിങ് ഫ്ലെയിം ഏതാണ്, ലൂമിനസ് ഫ്ലെയിം ഏതാണ്, നോൺ ലൂമിനസ് ഫ്ലെയിം ഏതാണ്, ഇതും ഓർത്ത് വയ്ക്കുക. ഹോട്ടസ്റ്റ് റീജിയൻ ഏതാണ്, ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. സിമ്പിളായിട്ട് അവർക്ക് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഏതൊക്കെ കണ്ടു? കളർ ടെസ്റ്റ് നമ്മൾ കണ്ടു, ഡ്രൈ ഹീറ്റ് ടെസ്റ്റ് കണ്ടു, അതിൻ്റെ ഓർത്ത് വയ്ക്കുക കളേഴ്സ്, കളർ ടെസ്റ്റിൻ്റെ കളേഴ്സ് ഓർത്ത് വയ്ക്കുക, ഫ്ലെയിം ടെസ്റ്റിൻ്റെ കളേഴ്സ് ഓർത്ത് വയ്ക്കുക. ഇനിയുള്ളത് ബൊറാക്സ് ബീഡ് ടെസ്റ്റ്. ബൊറാക്സ് ബീഡ് ടെസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ബൊറാക്സ് ബീഡ് ടെസ്റ്റ് എന്താണ്? നമ്മൾ ബൊറാക്സ് എടുക്കുന്നു, നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് Na2B4O7 കിട്ടും. എന്താ പറ്റുക? ഈ വാട്ടർ ക്രിസ്റ്റലൈസേഷൻ അല്ല, ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അത് നമ്മൾ പിന്നെയും ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സോഡിയം മെറ്റാബോറേറ്റ്, ഇതാണ് സോഡിയം മെറ്റാബോറേറ്റ്. ദിസ് ഇസ് സോഡിയം മെറ്റാബോറേറ്റ് കേട്ടോ. സോഡിയം മെറ്റാബോറേറ്റ് കിട്ടും. ഓർത്ത് വയ്ക്കുക ഇതൊക്കെ, അല്ലാണ്ട് വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല സാർ. ഇതൊക്കെ ക്വസ്റ്റ്യൻ. ഈ B2O3 എന്ന് പറയുന്നത് ബോറിക് ആൻഹൈഡ്രൈഡ്. ഇത് ബേസിക്കലി ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ അഗെയിൻ പ്ലാറ്റിനം വയർ എടുക്കുന്നു, ഓക്കെ, അത് ബൊറാക്സിൽ മുക്കുന്നു, ബൊറാക്സിൽ മുക്കിയിട്ട് ഹീറ്റ് ചെയ്യുന്നു. ബൊറാക്സിൽ മുക്കി ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം ഇവിടെ ഒരു ബബിള് പോലെ ഫോം ചെയ്യുന്നത് കാണാം. ഈ ബബിള് പോലെ ഒരു ഗ്ലാസ് ബീഡ് പോലെ, ഒരു ഗ്ലാസിൻ്റെ ഒരു തരി പോലെ ഫോം ചെയ്യുന്ന വരാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സോഡിയം മെറ്റാബോറേറ്റ് പ്ലസ് B2O3. അതാണ് ബൊറാക്സ് ബീഡ്. ഈ രണ്ടെണ്ണം കൂടി ചേർന്നിട്ടുള്ളതാണ് ബൊറാക്സ് ബീഡ്. ഓർത്ത് വയ്ക്കുക. ദിസ് ഇസ് ബൊറാക്സ് ബീഡ്. ഏത്? സോഡിയം മെറ്റാബോറേറ്റും B2O3യും കൂടി ചേർന്നതാണ് ബൊറാക്സ് ബീഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞില്ല. ഈ ബൊറാക്സ് ബീഡ് ഫോം ചെയ്താൽ, അപ്പോൾ ആ തുമ്പത്ത് ഇപ്പോൾ ഒരു ഗ്ലാസ് ബീഡ് പോലെ ബൊറാക്സ് ബീഡ് ഉണ്ട്. ആ ബൊറാക്സ് ബീഡ് ഫോം ചെയ്താൽ അതെടുത്തിട്ട്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ബൊറാക്സ് ബീഡ് ഉണ്ട്. ഇത് ഇങ്ങനെ ഒരു ഗ്ലാസ് ബീഡ് പോലെ ഫോം ചെയ്യും. അതെടുത്തിട്ട് നമ്മുടെ സോൾട്ട് സൊല്യൂഷനിൽ മുക്കണം. നമ്മൾ കാറ്റയോൺസ് കണ്ടുപിടിക്കാനാണല്ലോ. അപ്പോൾ നമ്മൾ ആ സോൾട്ട് സൊല്യൂഷനിൽ മുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സോൾട്ട് സൊല്യൂഷനിൽ മുക്കിയിട്ട് നമ്മൾ ഫ്ലെയിമിൽ കാണിക്കണം. നമ്മുടെ ഫ്ലെയിമിൽ കൊണ്ടുവന്ന് കാണിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ലൂമിനസ് പാർട്ടാണോ നോൺ ലൂമിനസ് ആണോ? ലൂമിനസിൽ കാണിച്ചാൽ ഒരു ഫ്ലെയിം കിട്ടും, ഒരു കളർ കിട്ടും. നോൺ ലൂമിനസിൽ കാണിച്ചാൽ വേറെ കളർ കിട്ടും. ആ കളറിൻ്റെ ടേബിള് നിങ്ങളുടെ ലാബ് മാനുവലിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ പഠിച്ചു വയ്ക്കാം. എല്ലാവരും നോക്കിയേ. ഇൻഫറൻസ് ഫ്രം ബൊറാക്സ് ബീഡ് ടെസ്റ്റ്. ഹീറ്റിംഗ് ഇൻ ഓക്സിഡൈസിങ് ഫ്ലെയിം നോൺ ലൂമിനസ്, ഹീറ്റിംഗ് ഇൻ റെഡ്യൂസിങ് ഫ്ലെയിം ലൂമിനസ്. അത് തന്നെ നോൺ ലൂമിനസിൽ തന്നെ കോൾഡിലും ഹോട്ടിലും ഉണ്ട്. ലൂമിനസിലും കോൾഡിലും ഹോട്ടിലും ഉണ്ട്. അതേപോലെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട 4 കാറ്റയോൺസ് ആണിത്. Cu2+, Ni2+, Mn2+, Fe3+. Mn2+ൻ്റെ ക്വസ്റ്റ്യൻ ബിറ്റ്സാറ്റിലൊക്കെ വന്നിട്ടുണ്ട്. മനസ്സിലാക്കുക, ഇറ്റ് ഈസ് വയലറ്റ് ഇൻ കളർ. നേരെ മറിച്ച് ലൂമിനസിലാണെങ്കിൽ കളർലെസ് ആണ്. Cu2+ ആണെങ്കിൽ ലൂമിനസിൽ ഹോട്ടിൽ കളർലെസ്സും കോൾഡിൽ റെഡ് ഒപ്പേക്കും. നോൺ ലൂമിനസിൽ Cu2+ ഗ്രീൻ ആണ് ഹോട്ടിൽ, ബ്ലൂ ആണ് കോൾഡിൽ. Fe3+ ഇമ്പോർട്ടൻ്റ് ആണ്. ലൂമിനസിൽ ഗ്രീൻ ആണ് ഹോട്ടിൽ, ഗ്രീൻ ആണ് കോൾഡിൽ. നോൺ ലൂമിനസിൽ യെല്ലോഷ് ബ്രൗൺ ആണ് ഹോട്ടിൽ, യെല്ലോ ആണ് കോൾഡിൽ. അതേപോലെ Ni2+ൻ്റെ ഇവിടെ രണ്ടിടത്തും ഗ്രേ, ഒരിടത്ത് വയലറ്റ്, മറ്റിടത്ത് റെഡ് ഗ്രീൻ. ഇത് ഓർത്ത് വയ്ക്കുക മക്കളെ. ടെസ്റ്റ് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഫ്ലെയിം ഉണ്ടെങ്കിൽ ആ ഫ്ലെയിമിൻ്റെ എവിടെ വെച്ചാൽ ഹീറ്റ് ചെയ്യുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രൈ ടെസ്റ്റ്. ഇതല്ലാതെ നമുക്ക് കൊബാൾട്ട് നൈട്രേറ്റ് ടെസ്റ്റും ചാർക്കോൾ ക്യാവിറ്റി ടെസ്റ്റും ഉണ്ട്. അതും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രൈ ടെസ്റ്റുകൾ. ഇനി വരുന്നതാണ് വെറ്റ് ടെസ്റ്റ്.
വെറ്റ് ടെസ്റ്റ്. അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഡ്രൈ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ഇപ്പോൾ ഈ കണ്ടെയ്നർ ഉണ്ട്, ഈ കണ്ടെയ്നറിൽ കാറ്റയോൺ ഉണ്ട്. നമ്മൾ ആനയോൺസിൽ ചെയ്ത പോലെ ചില കാര്യങ്ങൾ ഇതിൽ ഇട്ട് നോക്കും, എന്നിട്ട് എന്തെങ്കിലും റിസൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കും. എല്ലാവരും നോക്കുക, ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കുക, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഗ്രൂപ്പ് റിയേജൻസ് ഫോർ പ്രസിപ്പിറ്റേറ്റിംഗ് അയോൺസ്. എല്ലാവരും നോക്കുക, നമ്മുടെ കണ്ടെയ്നറിൽ ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൽ സോൾട്ട് ഉണ്ട്. ഓക്കെ, ഞാൻ ആ സോൾട്ടിൽ ഡൈല്യൂട്ട് HCl ഒഴിക്കുകയാണ്. ഡൈല്യൂട്ട് HCl ഒഴിക്കുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ, പ്രസിപ്പിറ്റേറ്റ് ആസ് ക്ലോറൈഡ്, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും നിങ്ങൾക്ക് കാണാമല്ലോ. ഫോം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഗ്രൂപ്പ് 1 കാറ്റയോൺസ്. ഗ്രൂപ്പ് 1 കാറ്റയോൺസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള Pb2+ ആണ്. Pb2+ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡൈല്യൂട്ട് HCl ഒഴിച്ചു, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ Pb2+. ഇനി പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ കാര്യം ചെയ്യുക, ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് HCl ഒഴിക്കുക. അങ്ങനെ ചെയ്തിട്ട് ഇഫ് യു ആർ ഗെറ്റിംഗ് എ പ്രസിപ്പിറ്റേറ്റ്, അത് ഗ്രൂപ്പ് 2 കാറ്റയോൺസ് ആണ്. അതായത് Pb2+ ആവാം, Cu2+ ആവാം, As3+ ആവാം. ഇത് മൂന്നേ ഉള്ളൂ നിങ്ങളുടെ സിലബസിൽ. അതിൽ As3+ ഇല്ല, ആക്ച്വലി ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ പ്രസിപ്പിറ്റേറ്റ് എന്ത് പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യുക? പ്രസിപ്പിറ്റേറ്റ് എന്ത് പ്രസിപ്പിറ്റേറ്റ് ആണ് അവിടെ ഫോം ചെയ്യുക? പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യാൻ പോകുന്നത് സൾഫൈഡ് ആയിരിക്കും. സൾഫൈഡ് പ്രസിപ്പിറ്റേറ്റ്, അതായത് ലെഡ് സൾഫൈഡോ കോപ്പർ സൾഫൈഡോ ആഴ്സനിക് സൾഫൈഡോ ആയിരിക്കും. ഇനി അവിടെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അമോണിയം ഹൈഡ്രോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് അമോണിയം ക്ലോറൈഡ് ഒഴിക്കുക. അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും ഒഴിക്കുക. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തോ നോക്കുക. പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗ്രൂപ്പ് 3 കാറ്റയോൺസ്, അതായത് Al3+ഓ Fe3+ഓ ആണ്. അപ്പോൾ എന്ത് രൂപത്തിലാണ് പ്രസിപ്പിറ്റേറ്റ് വരിക? ഹൈഡ്രോക്സൈഡ്സിൻ്റെ രൂപത്തിൽ, ഫെറിക് ഹൈഡ്രോക്സൈഡോ അലൂമിനിയം ഹൈഡ്രോക്സൈഡോ. ഇനി അതും പാസ്സായില്ലെങ്കിൽ നിങ്ങൾ ഹൈഡ്രജൻ സൾഫൈഡ് ഇൻ പ്രസൻസ് ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ചെയ്യുക. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് വരുമോ നോക്കുക, സൾഫൈഡ് പ്രസിപ്പിറ്റേറ്റ്. നേരത്തെ ഹൈഡ്രജൻ സൾഫൈഡ് ഇൻ പ്രസൻസ് ഓഫ് HCl ആയിരുന്നു, ഇപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് ഇൻ പ്രസൻസ് ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് വരികയാണെങ്കിൽ ദാറ്റ് CO2+, Ni2+, Mn2+ ഓർ Zn2+, വിച്ച് ഇസ് ഗ്രൂപ്പ് 4 കാറ്റയോൺസ്. ഇനി അപ്പോഴും പ്രസിപ്പിറ്റേറ്റ് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അമോണിയം കാർബണേറ്റ് ഇൻ പ്രസൻസ് ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചു നോക്കുക. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് വരുമോ നോക്കുക. പ്രസിപ്പിറ്റേറ്റ് വന്നാൽ ദാറ്റ്സ് Ba2+, Sr2+ ഓർ Ca2+. ദാറ്റ് ഈസ് ഗ്രൂപ്പ് 5 കാറ്റയോൺസ്. ഇനി അതൊന്നിലും പ്രസിപ്പിറ്റേറ്റ് വന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് ഗ്രൂപ്പ് 6, ദാറ്റ് ഈസ് Mg2+. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അപ്പോൾ ഗ്രൂപ്പ് 0 എന്താണ്? ഗ്രൂപ്പ് 0 എന്ന് വെച്ചാൽ അമോണിയമാണ്. അമോണിയത്തിന് ടെസ്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങളുടെ ലാബ് മാനുവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അമോണിയത്തിൻ്റെ ടെസ്റ്റ് എല്ലാവരും നോക്കിക്കേ. സാർ ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. അമോണിയത്തിന് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് റിയേജൻ്റ് ഇല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ HCl ഒഴിക്കുക, H2SO ഒന്നുമില്ല. അമോണിയം അയോൺസ് ആണോ എന്ന് അറിയാനായിട്ട് വളരെ സിമ്പിളാണ്. ആ സോൾട്ട് എടുക്കുക. ഇപ്പോൾ അമോണിയം സൾഫേറ്റ് ആണ് സോൾട്ട് എന്ന് വിചാരിക്കുക. അമോണിയം ഉണ്ട് അതിനകത്ത്. ട്രീറ്റഡ് വിത്ത് NaOH. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അമോണിയ ഗ്യാസ് വരും. അമോണിയ ഗ്യാസിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടിയാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ അമോണിയ ഗ്യാസ് ആണോ എന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ജസ്റ്റ് ട്രീറ്റ് ഇറ്റ് വിത്ത് HCl, യു വിൽ ഗെറ്റ് വൈറ്റ് ഫ്യൂംസ് ഓഫ് അമോണിയം ക്ലോറൈഡ്. ഉറപ്പിച്ചോ, അത് അമോണിയം അയോൺസ് ആണ്. ഇനി ഒന്നും കൂടി ഉറപ്പിക്കണമെങ്കിൽ വാട്ട് യു നീഡ് ടു ഡു ഇസ്, ഈ വന്ന അമോണിയ ഗ്യാസ് ട്രീറ്റഡ് വിത്ത് നെസ്ലേഴ്സ് റിയേജൻറ്റ് ഓർത്ത് വയ്ക്കുക, K2HgI4. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് മെർക്യൂറി 2 അമൈഡോ അയോഡിൻ ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഉറപ്പിച്ചോ മക്കളെ, ദാറ്റ് ഈസ് അമോണിയ ഗ്യാസ് ആൻഡ് ദ അയോൺ ഇസ് അമോണിയം അയോൺ. ഇതാണ് ഗ്രൂപ്പ് 0ൻ്റെ ടെസ്റ്റ്. ഈ ഗ്രൂപ്പ് 0ൻ്റെ ടെസ്റ്റ് ഫെയിൽ ആവുകയാണ്, അതാണ് അമോണിയം അയോൺസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ ടെസ്റ്റും പടിപടിയായിട്ട് ചെയ്തു നോക്കണം. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഡൈല്യൂട്ട് HCl ഒഴിക്കുക. ഡൈല്യൂട്ട് HCl ഒഴിച്ചിട്ട് പ്രസിപ്പിറ്റേറ്റ് വരികയാണെങ്കിൽ ദാറ്റ്സ് Pb2+. പ്രസിപ്പിറ്റേറ്റ് വന്നില്ലെങ്കിൽ H2Sഉം ഡൈല്യൂട്ട് HClഉം ഉപയോഗിക്കുക. പ്രസിപ്പിറ്റേറ്റ് വരികയാണെങ്കിൽ ദാറ്റ്സ് ഗ്രൂപ്പ് 2 കാറ്റയോൺസ്. പ്രസിപ്പിറ്റേറ്റ് വന്നില്ലെങ്കിൽ NH4OHഉം NH4Cl ഒഴിക്കുക. പ്രസിപ്പിറ്റേറ്റ് വരികയാണെങ്കിൽ ദാറ്റ്സ് ഗ്രൂപ്പ് 3 കാറ്റയോൺസ്. പ്രസിപ്പിറ്റേറ്റ് വന്നില്ലെങ്കിൽ H2S ആൻഡ് NH4OH ഒഴിക്കുക. പ്രസിപ്പിറ്റേറ്റ് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഗ്രൂപ്പ് 4 കാറ്റയോൺസ്.
അല്ലെങ്കിൽ അമോണിയം കാർബണേറ്റും NH4OH ഒഴിക്കുക, ദാറ്റ് ഇസ് ഗ്രൂപ്പ് 5 കാറ്റയോൺസ്, അല്ലെങ്കിൽ Mg2+ ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സപ്പോസ് ഡൈല്യൂട്ട് HCl ഉപയോഗിച്ചു, പ്രസിപ്പിറ്റേറ്റ് വന്നു, Pb2+ ആണെന്ന് മനസ്സിലായി. Pb2+ന് ഒരു കൺഫോർമേറ്ററി ടെസ്റ്റും ഉണ്ട്, അത് നിങ്ങളുടെ ലാബ് മാനുവലിലുണ്ട്. അത് സാർ ഇവിടെ കാണിക്കുന്നില്ല, സാർ നേരത്തെ പറഞ്ഞു, അതും പഠിച്ചു വെക്കണം. അപ്പോൾ ഈ സ്ട്രക്ചേർഡായിട്ട് ഓർത്ത് വെക്കുക. അതായത് ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് കിട്ടിക്കഴിഞ്ഞ് ഈ കാറ്റയോൺ ആണെന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ കൺഫോർമേറ്ററി ടെസ്റ്റ് നോക്കുക. കൺഫോർമേറ്ററി ടെസ്റ്റ്, അപ്പോൾ കൺഫോർമേറ്ററി ടെസ്റ്റ് പഠിച്ചു വെക്കണം. അതേപോലെ ഇപ്പോൾ Pb2+ അല്ല, നമ്മൾ എന്ത് ചെയ്യണം? H2S ഗ്യാസിൻ ഡൈല്യൂട്ട് HCl ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ Cu2+ ആണോ എന്ന് അറിയാൻ Cu2+ന് കൺഫോർമേറ്ററി ടെസ്റ്റ് നോക്കുക. ഇനി ഇവിടെയും പ്രസിപ്പിറ്റേറ്റ് വന്നില്ലെങ്കിൽ NH4OHും NH4Cl ആഡ് ചെയ്യാം. പ്രസിപ്പിറ്റേറ്റ് കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ Al3+ ആണ്, Fe3+ ആണ്. അപ്പോൾ Al3+ന് കൺഫോർമേറ്ററി ടെസ്റ്റ് ചെയ്യുക, Fe3+ന് കൺഫോർമേറ്ററി ടെസ്റ്റ് ചെയ്യുക. അത് പഠിച്ചു വെക്കണം. പഠിക്കാനാണ് സാർ ഇത് പറയുന്നത്. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ മക്കളെ? ഇസ് എ ക്ലിയർ? ഗോട്ട് ഇറ്റ്? ഫൈൻ. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എല്ലാവരും നോക്കുക. The cation that will not be precipitated by H2S in the presence of dilute HCl. The cation that will not be precipitated by H2S in presence of dilute HCl. H2S in presence of dilute HCl എന്ന് പറയുമ്പോൾ ഏത് സ്റ്റെപ്പാ? ദേ H2 ഗ്യാസ് ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് HCl. അത് Pb2+ ആവാം, Cu2+ ആവാം, As3+ ആവാം. Pb2+ ആവാം, Cu2+ ആവാം, As3+ ആവാം. അപ്പോൾ ബേസിക്കലി ഇവിടെ ആൻസർ വരുന്ന ഏതാ? ഡി അല്ലേ വരിക? കാര്യം CO2+ ആവാമല്ല, Pb2+ ആവാം, Cu2+ ആവാം, As3+ ആവാം. ഗ്രൂപ്പ് 2 കാറ്റയോൺസ്, CO2+ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേ ഇതാണ് സാർ നേരത്തെ പറഞ്ഞു 2016 ചോദിച്ചത്. ദ ഹോട്ടസ്റ്റ് റീജിയൻ ഓഫ് ബൺസൺ ഫ്ലെയിം ഷോൺ ഇൻ ദ ഫിഗർ ബിലോ ഇസ്. ഹോട്ടസ്റ്റ് റീജിയൻ ഏതാ? റീജിയൻ 4 ആണോ? അല്ല, ദാറ്റ് ഇസ് ദി ഓക്സിഡൈസിങ് ഫ്ലെയിം, നോൺ ലൂമിനസ് പാർട്ട്. റീജിയൻ 1 ആണോ? നോ, ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ദ ലൂമിനസ് ഫ്ലെയിം. റീജിയൻ 2 ഈ ഭാഗമാണ്, ദിസ് ഭാഗം. റീജിയൻ 2 ഇസ് ദ ഹോട്ടസ്റ്റ് പാർട്ട്. കണ്ട, ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, നെക്സ്റ്റ്. The identification of Ni2+ is carried out by dimethyl glyoxime in presence of NH4OH. The identification of Ni2+ is carried out by dimethyl glyoxime in presence of NH4OH. Statement 2. Dimethyl glyoxime is a bidentate neutral ligand. മക്കളെ Ni2+ ശ്രദ്ധിച്ചു നോക്കുക. Ni2+ ഏത് ഗ്രൂപ്പിൽ പെട്ടതാ? ഇതേ നോക്കുക. H2S ഇൻ പ്രസൻസ് ഓഫ് NH4OH ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ, പ്രസിപ്പിറ്റേറ്റ് ഏതായിരിക്കും? സൾഫൈഡ് ആയിരിക്കും. പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ CO2+ ആവാം, Ni2+ ആവാം, Mn2+ ആവാം, Zn2+ ആവാം. ഇനി Ni2+ ആണോ എന്നറിയാനായിട്ട്, Ni2+ ആണോ എന്നറിയാനായിട്ട് നിങ്ങളുടെ ലാബ് മാനുവലിൽ അതിൻ്റെ കൺഫോർമേറ്ററി ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ഫോർ Ni2+. എല്ലാവരും നോക്കിക്കേ മക്കളെ. അതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ സൾഫൈഡ് ഉണ്ടല്ലോ. ഇപ്പോൾ സൾഫൈഡ് പ്രസിപ്പിറ്റേറ്റ് വന്നല്ലോ. H2S ഇൻ പ്രസൻസ് ഓഫ് NH4OH ഒഴിച്ചപ്പോൾ നമുക്ക് ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടി അല്ലേ? ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടി. അതായത് ഗ്രൂപ്പ് 4 കാറ്റയോൺസ് ആവാം. ഗ്രൂപ്പ് 4 കാറ്റയോൺസിൽ നിക്കൽ ആണോ എന്ന് അറിയാൻ ആ പ്രസിപ്പിറ്റേറ്റ് എടുക്കുക. ആ സൾഫൈഡ് പ്രസിപ്പിറ്റേറ്റ് എടുത്തിട്ട് HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് HCl, ദാറ്റ് ഇസ് അക്വാ റീജിയ. അക്വാ റീജിയ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൽ ഗെറ്റ് ഡിസോൾവ്ഡ്. ദ പ്രസിപ്പിറ്റേറ്റ് ആൻഡ് നിക്കൽ സൾഫൈഡ് വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ആസ് NiCl2. അതായത് ആ പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ നിക്കലാണ് എന്ന് ഉറപ്പ് വരുത്താം. എന്നിട്ട് ഒന്നും കൂടി ഉറപ്പ് വരുത്തണമെങ്കിൽ ആ NiCl2, ആ ഡിസോൾവ് ആയിട്ടുള്ള NiCl2 ട്രീറ്റഡ് വിത്ത് ഡൈമീഥൈൽ ഗ്ലയോക്സൈം. ഡൈമീഥൈൽ ഗ്ലയോക്സൈം ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇഫ് യു ആർ ഗെറ്റിംഗ് എ റെഡ് കളർ കോംപ്ലക്സ്, ഒരു സ്റ്റേബിൾ കോംപ്ലക്സ്, ഇങ്ങനെ ഒരു സ്റ്റേബിൾ കോംപ്ലക്സ് കിട്ടും. ഈ സ്റ്റേബിൾ കോംപ്ലക്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിക്കൽ ആണ് സെൻട്രൽ മെറ്റൽ അയോൺ. ഓക്കെ, ഇതാണ് ലിഗാൻസ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റിയാക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡൈമീഥൈൽ ഗ്ലയോക്സൈം ഒരു ആനയോൺ ആയിട്ട് മാറും. ഇങ്ങനെ ഒരു ആനയോൺ ആയിട്ട് മാറും, എന്നിട്ടാണ് റിയാക്ഷൻ നടക്കുക. ഓക്കെ, അതായത് നിങ്ങളിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും മക്കളെ. ദേ ഈ ഒരു ഭാഗം കണ്ടോ?
ഇതാണ് ഒരു. അപ്പോൾ ഇവിടെ NOH ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് OH, പക്ഷെ ഇവിടെ O ഇസ് ഹൈഡ്രജൻ ബോണ്ടഡ് ടു ദിസ് ഹൈഡ്രജൻ. അതായത് ഇവിടുത്തെ ഹൈഡ്രജൻ പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടുത്തെ ഈ ഓക്സിജൻ്റെ H+ പോയി, ഇറ്റ് ബിക്കെയിം O-. അപ്പം അത് മനസ്സിലാക്കുക. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പം നമുക്ക് നോക്കാം, എല്ലാവരും നോക്കിക്കേ മക്കളെ. The identification of Ni2+ is carried out by dimethyl glyoxime in presence of NH4OH. കറക്റ്റാ? അതാണ് Ni2+ന്റെ കൺഫോർമേറ്ററി ടെസ്റ്റ്. അത് കറക്റ്റാ. The dimethyl glyoxime is a bidentate neutral ligand. അല്ല, അത് ലിഗാൻഡ് ആയിട്ട് വരുമ്പോൾ it becomes an anion. അല്ലേ, സിംഗ്ലി ചാർജ്ഡ് ആനിയോൺ ആവും അവിടെ അല്ലേ. സോ ബേസിക്കലി ആൻസർ വരുന്ന ഏതാ? സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ഫോൾസ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോൾസ് ആണ്. പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ തന്നെയാണ് മക്കളെ ഇത്. പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ തന്നെയാണ് മക്കളെ ഇത്. ഓക്കെ, നെക്സ്റ്റ്. Acidic ferric chloride solution on treatment with excess potassium ferrocyanate gives a Prussian blue colored PPT. അപ്പോൾ നിങ്ങൾ നോക്കണം ഇത് ഏതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ് എന്ന് നോക്കണം. ഇത് ബേസിക്കലി വരുന്നത് Fe3+ൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ്. Fe3+ൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ്. Fe3+ എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പാണ് മക്കളെ? Fe3+ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 3 കാറ്റയോൺസ്. അതായത് NH4OHും NH4Clഉം ആഡ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് കിട്ടി. എന്ത് പ്രസിപ്പിറ്റേറ്റ്? ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് ആവാം, അല്ലെങ്കിൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആവാം. ഫെറിക് ഹൈഡ്രോക്സൈഡ് ആവാം, അല്ലെങ്കിൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആവാം. ഇനി ഫെറിക് അയോൺസ് ആണോ നോക്കാനായിട്ട് ആ പ്രസിപ്പിറ്റേറ്റ് എടുക്കുക. ഇപ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രസിപ്പിറ്റേറ്റ് എടുക്കുക, ട്രീറ്റ് ഇറ്റ് വിത്ത് HCl. ഇഫ് യു ആർ ഗെറ്റിംഗ് FeCl3 ആൻഡ് H2O, അതായത് ഡിസോൾവ് ആവും. ദിസ് ഇസ് എ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. ഇറ്റ് വിൽ ഡിസോൾവ്. അങ്ങനെ ഡിസോൾവ് ആവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഫെറിക് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ഒന്നും കൂടി കൺഫേം ചെയ്യണമെങ്കിൽ ആ FeCl3 എടുത്തിട്ട് ട്രീറ്റ് ഇറ്റ് വിത്ത് പൊട്ടാസ്യം ഫെറോസൈനേറ്റ്. നമുക്കൊരു പ്രഷ്യൻ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. Fe4 FeCN6 thrice. പ്രഷ്യൻ ബ്ലൂ കിട്ടിയാൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇസ് Fe3+. അപ്പോൾ ഇങ്ങനെയാണ് കൺഫർമേറ്ററി ടെസ്റ്റ് പഠിക്കേണ്ടത്. ആ ഗ്രൂപ്പ് റിയേജൻസ് ഒഴിച്ച് കഴിഞ്ഞിട്ട് എവിടെയാണ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത്, അപ്പോൾ ആ ഗ്രൂപ്പിലെ കാറ്റയോൺസ് ആയിരിക്കും. ആ ഗ്രൂപ്പിലെ കാറ്റയോൺസ്, എന്നിട്ട് ആ ഗ്രൂപ്പിലെ കാറ്റയോൺസിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഗ്രൂപ്പ് 3 കാറ്റയോൺസ് ആണ്. ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ ഗ്രൂപ്പ് 3 കാറ്റയോൺസ് ആണ്. ഓക്കെ, അപ്പോൾ Fe3+ൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യുക. അത് പാസ്സായില്ലെങ്കിൽ Al3+ൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്. സോ ബേസിക്കലി ഇവിടെ വരാൻ പോകുന്നത് പ്രഷ്യൻ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് ഇസ് നത്തിങ് ബട്ട് Fe4 FeCN6 thrice. ഓക്കെ, നെക്സ്റ്റ്. A white sodium salt dissolved readily in water to give a solution which is neutral to litmus. When silver nitrate solution is added to the aforementioned solution, a white precipitate is obtained which does not dissolve in nitric acid. The anion is white sodium salt. അതായത് സോഡിയത്തിൻ്റെ ഒരു സോൾട്ട് dissolved readily in water to give a solution which is neutral to litmus. When silver nitrate solution is added, you get a white precipitate. സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ സിൽവർ നൈട്രേറ്റിലെ Ag+ഉം ഈ സോൾട്ടിലെ ആനിയോണും കമ്പൈൻ ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അത് വൈറ്റ് ആയിരിക്കും. മക്കളെ, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ദിസ് ക്യാൻ ഓൺലി ബി AgCl. അല്ലേ, Cl- ആനിയോൺസ് വേണം. എല്ലാവരും നോക്കിയേ, ഇപ്പോൾ NaCl എടുക്കുകയാണ്, സോൾട്ട് NaCl ആണെന്ന് വിചാരിക്കുക. ഇത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഓർമ്മയുണ്ടോ ആനിയോൺസിൻ്റെ ടെസ്റ്റ്? Cl- എന്ന് പറയുമ്പോൾ ക്ലാസ് ബി ആനയോണാണ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ സോഡിയം ബൈസൾഫൈറ്റും HCl ഗ്യാസും ഫോം ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ HCl ഗ്യാസ് അമോണിയ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് ഫ്യൂംസ് അമോണിയം ക്ലോറൈഡ് കിട്ടും. ഇതൊരു കൺഫർമേറ്ററി ടെസ്റ്റാണ് ക്ലോറിൻ്റെ. എന്നാൽ ക്ലോറിൻ്റെ വേറൊരു കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട് ക്ലോറൈഡിൻ്റെ. ഈ സോൾട്ട് എടുത്തിട്ട് AgNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് NaNO3യും AgClഉം കിട്ടും. ഇതാണ് ഈ ക്വസ്റ്റനിൽ ചോദിച്ചത്. ക്ലോറൈഡിൻ്റെ വൺ ഓഫ് ദ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് ചോദിച്ച ചോദ്യമാണിത്. AgNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. സോ ബേസിക്കലി ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ക്ലോറൈഡ് ആനയോൺസ്. നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് ക്ലോറൈഡ് ആനയോൺസ് ആണ്. മനസ്സിലായോ മക്കളെ? ഇവിടെ കിട്ടാൻ പോകുന്നത് ക്ലോറൈഡ് ആനയോൺസ് ആണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, next. Unknown solution of salt A when treated with K4 FeCN6 chocolate precipitate is obtained. Which of the following radicals will be confirmed? ഇത് കോപ്പറിൻ്റെ
കൺഫോർമേറ്ററി ടെസ്റ്റാണ്. Cu2+ൻ്റെ കൺഫോർമേറ്ററി ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ അതെങ്ങനെയാ മക്കളെ? എല്ലാവരും നോക്കിക്കേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ Cu2+ ഏത് ഗ്രൂപ്പിലാണ്? Cu2+ ഏത് ഗ്രൂപ്പിലാണ്? ഗ്രൂപ്പ് 2. അതായത് H2Sഉം HClഉം ആഡ് ചെയ്തു. സോൾട്ടിൽ H2Sഉം HClഉം ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടി. പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി Pb2+, Cu2+ ഓർ AS3+. ഇനി Cu2+ ആണോന്ന് കൺഫേം ചെയ്യാനായിട്ട് കോപ്പറിൻ്റെ കൺഫോർമേറ്ററി ടെസ്റ്റ് ചെയ്യേണ്ടി വരും. കോപ്പറിൻ്റെ കൺഫോർമേറ്ററി ടെസ്റ്റിൽ ഒരു ഭാഗമാണ് ബേസിക്കലി ഏത്? ഈ ചോക്ലേറ്റ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. അതൊന്നുമില്ല, നിങ്ങൾ ആ സൾഫൈഡ് പ്രസിപ്പിറ്റേറ്റ് എടുക്കുക. ഏത് സൾഫൈഡ് പ്രസിപ്പിറ്റേറ്റാ സാറേ? നമ്മൾ ആ പ്രിലിമിനറി ടെസ്റ്റ് ചെയ്തില്ലേ? ഇത് ഇവിടെ പ്രിലിമിനറി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു പ്രസിപ്പിറ്റേറ്റ് കിട്ടുമല്ലോ, അതൊരു സൾഫൈഡ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. ആ സൾഫൈഡ് പ്രസിപ്പിറ്റേറ്റ് എടുക്കുക, അതായത് CuS HNO3 ട്രീറ്റ് ചെയ്യുക. നമുക്ക് നൈട്രജൻ മോണോക്സൈഡ്, സൾഫർ, കോപ്പർ നൈട്രേറ്റ് കിട്ടും. ഈ സൾഫർ അഗെയിൻ റിയാക്ട്സ് വിത്ത് HNO3 ടു ഗിവ് യു സൾഫേറ്റ്, സൾഫ്യൂരിക് ആസിഡ്. ദാറ്റ് റിയാക്ട്സ് വിത്ത് Cu2+ ആൻഡ് അമോണിയ ടു ഗിവ് ഈ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും, ഈ ഒരു ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഓക്കെ മക്കളെ, ദിസ് പ്രസിപ്പിറ്റേറ്റ് വെൻ ട്രീറ്റഡ് വിത്ത് എക്സസ് അമോണിയ നമുക്ക് ടെട്രാ അമീൻ കോപ്പർ സൾഫേറ്റ് കിട്ടും. ഈ ടെട്രാ അമീൻ കോപ്പർ സൾഫേറ്റ് വെൻ ഇറ്റ് ഇസ് അസിഡിഫൈഡ് വിത്ത് അസറ്റിക് ആസിഡ് ആൻഡ് ദെൻ അസിഡിഫൈഡ് വിത്ത് അസറ്റിക് ആസിഡ് കിട്ടുമ്പോൾ നമുക്ക് കോപ്പർ സൾഫേറ്റ് തിരിച്ച് കിട്ടും. ദാറ്റ് വെൻ ട്രീറ്റഡ് വിത്ത് പൊട്ടാസ്യം ഹെക്സോസൈനോഫെറേറ്റ് നമുക്ക് കോപ്പർ ഹെക്സോസൈനോഫെറേറ്റ് കിട്ടും. അതായത് നമ്മുടെ ഈ ചോക്ലേറ്റ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ ഈ കൺഫോർമേറ്ററി ടെസ്റ്റിൽ നിന്നുള്ള ചോദ്യമാണിത്. ഗോട്ട് ഇറ്റ്? അപ്പോൾ കൺഫോർമേറ്ററി ടെസ്റ്റ് പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. ഗോട്ട് ഇറ്റ്? ഓക്കെ ആണോ? നെക്സ്റ്റ്, വിച്ച് മെറ്റൽ സോൾട്ട് ഗിവ്സ് വയലറ്റ് കളേർഡ് ബീഡ് ഇൻ ദ ബൊറാക്സ് ബീഡ് ടെസ്റ്റ്? ബൊറാക്സ് ബീഡ് ടെസ്റ്റിൽ വയലറ്റ് കളേർഡ് ഓർമ്മയുണ്ടോ? ഞാൻ നേരത്തെ ഓർത്ത് വെക്കാൻ തന്നെ പറഞ്ഞു, Mn2+ ആണ്. ആ ബൊറാക്സ് ബീഡ് ടെസ്റ്റിൻ്റെ ടേബിൾ ഓർമ്മയുണ്ടോ? അതിൽ സാറ് കാണിച്ചു തന്ന മാംഗനീസ് 2+നാണ് വയലറ്റ് കളർ. നെക്സ്റ്റ്, a salt gives violet vapors when treated with concentrated H2SO4. Concentrated H2SO4 violet vapor ഓർമ്മയുണ്ടോ? ആനയോൺസിൻ്റെ സെക്കൻഡ് പ്രിലിമിനറി ടെസ്റ്റ് ഡൈല്യൂട്ട് H2SO4 ഒഴിച്ചു, ഒന്നും വന്നില്ല. കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിച്ചു, വയലറ്റ് വേപ്പേഴ്സ് വന്നു. ഓർമ്മയുണ്ടോ മക്കളെ? വയലറ്റ് വേപ്പേഴ്സ് വന്നാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് I2. അതായത് I2 വേപ്പേഴ്സ് ആണ് വരിക. അയോഡൈഡ് അയോൺസ് ആയിരിക്കും ഉണ്ടാവുക. ആനയോൺ ആയിട്ട് അയോഡൈഡ് അയോൺസ് ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? ആ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് വെരി ഈസി. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് ഒബ്സർവേഷൻ. Mn++ HCl വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, കാറ്റയോൺ പ്ലസ് HCl വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ആദ്യത്തെ ഓർമ്മയുണ്ടോ? നമ്മുടെ ഗ്രൂപ്പ് റിയേജനിൽ ആദ്യത്തെ റിയേജന്റ് HCl ആ. HCl ഒഴിക്കുമ്പോൾ തന്നെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടണമെങ്കിൽ ഉറപ്പിച്ചോ അത് Pb2+ ആണ്. HCl ഒഴിക്കുമ്പോൾ തന്നെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുമെങ്കിൽ ദാറ്റ് ഈസ് Pb2+. ഉറപ്പിച്ചോ മക്കളെ. കാര്യം നമുക്കറിയാം, ഓർമ്മയുണ്ടോ? ആ ഗ്രൂപ്പ് റിയേജൻറ്റിൻ്റെ അവിടെ എല്ലാവരും നോക്കിയതേ ഡൈല്യൂട്ട് HCl ഒഴിച്ചു, നമുക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടി. വി ഹാവ് ഓൺലി Pb2+. ദാറ്റ് ഈസ് ഗ്രൂപ്പ് 1 കാറ്റയോൺ. ഗ്രൂപ്പ് 1 കാറ്റയോണിൽ Pb2+ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് Pb2+ ഫോർ ഷുവർ. അപ്പോൾ ബാക്കിയുള്ള നോക്കുക, വെൻ ഇറ്റ് ഇസ് ഹീറ്റഡ് ഇറ്റ് ഇസ് വാട്ടർ സോല്യൂബിൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഈ ഭാഗം സാർ പറഞ്ഞു തന്നില്ലല്ലോ. ഇത് നിങ്ങളുടെ കൺഫോർമേറ്ററി ടെസ്റ്റിലുണ്ട്. നിങ്ങൾ നോക്കിയേ, ടെസ്റ്റ് ഫോർ Pb2+ൻ്റെ കൺഫോർമേറ്ററി ടെസ്റ്റിൽ ആദ്യം എഴുതിയിരിക്കണം ഇതാ, ലെഡ് ഇസ് പ്രസിപ്പിറ്റേറ്റഡ് ആസ് ലെഡ് ക്ലോറൈഡ് ഇൻ ദ ഫസ്റ്റ് ഗ്രൂപ്പ്. HCl ഒഴിക്കുമ്പോൾ ദ പ്രസിപ്പിറ്റേറ്റ് ഇസ് സോല്യൂബിൾ ഇൻ ഹോട്ട് വാട്ടർ. കണ്ട, പ്രസിപ്പിറ്റേറ്റ് ഇസ് സോല്യൂബിൾ ഇൻ ഹോട്ട് വാട്ടർ. അതായത് നമുക്ക് PbCl2 കിട്ടുന്നുണ്ടല്ലോ HCl ഒഴിക്കുമ്പോൾ. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സോല്യൂബിൾ ഇൻ ഹോട്ട് വാട്ടർ. ഹീറ്റ് ചെയ്യുമ്പോൾ സോല്യൂബിളാണ്. അതാണ് ഈ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. Mn++ HCl വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അപ്പം തന്നെ ഉറപ്പിച്ചോ ദാറ്റ്സ് Pb2+. ഇവിടെ ഹീറ്റഡ് ഇറ്റ് ഇസ് വാട്ടർ സോല്യൂബിൾ, ദാറ്റ് ഇസ് Pb2+ തന്നെ. നെക്സ്റ്റ്, എല്ലാവരും നോക്കിക്കേ മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ബേസിക് റാഡിക്കൽസ് ഓഫ് ഫോർത്ത് ഗ്രൂപ്പ്? ബേസിക് റാഡിക്കൽസ് ഓഫ് ഫോർത്ത് ഗ്രൂപ്പ് ഏതാ? ഫോർത്ത് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ Zn2+, Mn2+, Ni2+. ഓക്കെ, ഫൈൻ. ഓക്കെ ആണോ മക്കളെ? മനസ്സിലായോ കുട്ടന്മാരെ? ഗോട്ട് ഇറ്റ്? ഇനി നമുക്ക് ടൈട്രേഷനിലേക്ക് പോകാം.
അടുത്ത കൺഫ്യൂസിങ് ഭാഗം പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് അടുത്ത കൺഫ്യൂസിങ് ഭാഗമാണ് ടൈട്രേഷൻ. ഇത് പെട്ടെന്നൊന്ന് നമുക്ക് ഡീൽ ചെയ്യാം. ടൈട്രേഷൻ എന്താ? ടു നോ കോൺസെൻട്രേഷൻ ഓഫ് unknown solution. അതായത് നമുക്കുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കിക്കേ, നമുക്കിപ്പോൾ ഒരു അൺനോൺ NaOH സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. NaOHൻ്റെ ഒരു അൺനോൺ സൊല്യൂഷൻ, അതിൻ്റെ വോള്യം നമുക്കറിയാം V2, അത് നമ്മൾ എടുക്കുന്നതാണല്ലോ വോള്യം, നമ്മൾ എത്ര എടുക്കുന്നു അത്രയും തന്നെ വരും. പക്ഷെ അതിൻ്റെ മൊളാരിറ്റി അല്ലെങ്കിൽ നോർമാലിറ്റി നമുക്കറിയില്ല. നോർമാലിറ്റി അറിയില്ല, മൊളാരിറ്റി അറിയില്ല. കാര്യം നമുക്കറിയാം മൊളാരിറ്റി ഇൻറ്റു n ഫാക്ടേഴ്സ് നോർമാലിറ്റി. നോർമാലിറ്റി അറിയാമെങ്കിൽ മൊളാരിറ്റി അറിയാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്യൂററ്റൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ബ്യൂററ്റിൽ നമ്മൾ ഒരു ആസിഡ് എടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ HCl എടുക്കും, അല്ലെങ്കിൽ H2SO4 എടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നോർമാലിറ്റി നമുക്കറിയായിരിക്കും N1. ഇത് തുള്ളിയായിട്ട് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. തുള്ളിയായിട്ട് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, ഈ കണ്ടെയ്നറിൽ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്കറിയാം ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്ററിൻ്റെ കഥ നമുക്കറിയാലോ മക്കളെ. ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്ററിൻ്റെ കഥ എന്താണ്? ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ ഇസ് പിങ്ക്. ബേസിക് സൊല്യൂഷനിൽ ഫിനോഫ്തലീൻ പിങ്ക് ആണ്. അസിഡിക് സൊല്യൂഷനിൽ കളർലെസ് ആണ്. ബേസിക് സൊല്യൂഷനിൽ പിങ്ക് ആണ്. അതേപോലെ തന്നെ വേറൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്, മീഥൈൽ ഓറഞ്ച്. വേറൊരു ഇൻഡിക്കേറ്ററാണ്. മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് യെല്ലോ ആണ് ബേസിക്കിൽ. അതേപോലെ തന്നെ റെഡ് ആണ് അസിഡിക്കിൽ. ഓക്കെ, റെഡ് ഇൻ ആസിഡ്. അപ്പോൾ ഇതിൽ ഏത്, ഇപ്പോൾ NaOHും HClഉം ഫോർ എക്സാമ്പിൾ ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി ഫിനോഫ്തലീൻ പിങ്ക് കളറാണ്, കാര്യം NaOH ആണല്ലോ. പതിയെ തുള്ളിയായിട്ട് HCl അതിലേക്ക് വീഴുകയാണ്. ആദ്യത്തെ തുള്ളി വീഴുന്നു, ആ തുള്ളി ന്യൂട്രലൈസ് ആവുന്നു, കുറച്ച് NaOHും ന്യൂട്രലൈസ് ആവും. രണ്ടാമത്തെ തുള്ളി വീഴുന്നു, ആ തുള്ളി HCl ന്യൂട്രലൈസ് ആവും, കുറച്ച് NaOH ന്യൂട്രലൈസ് ആവും. മൂന്നാമത്തെ തുള്ളി വീഴുന്നു, നാലാമത്തെ തുള്ളി വീഴുന്നു. അങ്ങനെ പതിയെ NaOH കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ആവും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ആയിട്ട് അടുത്ത തുള്ളി വീഴുമല്ലോ. അടുത്ത തുള്ളി വീഴുമ്പോൾ ഈ കളർ അങ്ങോട്ട് കളർലെസ് ആവും. കാര്യം അടുത്ത തുള്ളി വീഴുമ്പോൾ പിന്നെ ആ സൊല്യൂഷൻ ബേസിക് അല്ല. കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ആയ സൊല്യൂഷനിലേക്ക് ഒരു തുള്ളി HCl വീഴുമ്പോൾ ഇറ്റ് ബിക്കംസ് അസിഡിക്. ആ സൊല്യൂഷൻ അസിഡിക് ആവും, അപ്പോൾ കളർലെസ് ആവും. അവിടെ വെച്ച് നമ്മൾ ഇതിൻ്റെ വോള്യം മാർക്ക് ചെയ്യും. ആ പോയിന്റിൽ നമുക്ക് പറയാം N1V1 is equal to N2V2. N1V1 is equal to N2V2. Normality is nothing but molarity into n factor. ഇത് തന്നെയാണ് റിഡോക്സ് ടൈട്രേഷനിലും. എന്താ, ആസിഡും ബേസിനും പകരം ഇവിടെ ഒരു ഓക്സിഡൈസിങ് ഏജന്റോ റെഡ്യൂസിങ് ഏജന്റോ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓക്സലേറ്റ്, മേളിൽ ഒരു ഇവിടെ ഒരു റെഡ്യൂസിങ് ഏജന്റ് ഓക്സലേറ്റ്, മേളിലൊരു ഓക്സിഡൈസിങ് ഏജന്റ് KMnO4. KMnO4 ടൈട്രേഷനിൽ നിങ്ങൾ ഓർത്ത് വെക്കണം, KMnO4 ഇസ് എ സെൽഫ് ഇൻഡിക്കേറ്റർ. KMnO4ന് തന്നെ ഒരു കളർ ഉണ്ട്. അപ്പോൾ അടിയിൽ ഇവിടെ എനിക്കിപ്പോൾ ഓക്സലേറ്റിൻ്റെ സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്സലേറ്റ് C2O4 അല്ലെങ്കിൽ മോർ സോൾട്ട് എന്തുമാവട്ടെ, അല്ലെങ്കിൽ ഫെറസ് അയോൺ FeSO4 എന്തുമാവട്ടെ, ഇതിൻ്റെ കോൺസെൻട്രേഷൻ എനിക്ക് അറിയണം. മോർ സോൾട്ടിൻ്റെ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ ഓക്സലേറ്റിൻ്റെ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ FeSO4 കോൺസെൻട്രേഷനോ ഞാൻ എന്ത് ചെയ്യും, മേളിൽ നിന്ന് KMnO4 ഡ്രോപ്പ് ചെയ്യും. KMnO4 പേർപ്പിൾ കളറിലാണ്. ആദ്യത്തെ ഡ്രോപ്പ് വീണു, പേർപ്പിൾ കളർ വാനിഷ് ആയി, കാര്യം റിയാക്ട് ചെയ്യും ഇതായിട്ട്. രണ്ടാമത്തെ ഡ്രോപ്പ് വീണു, മൂന്നാമത്തെ ഡ്രോപ്പ് വീണു, അങ്ങനെ കംപ്ലീറ്റ് ഡ്രോപ്പ് വീണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമല്ലോ. ഈ കണ്ടെയ്നറിൽ എന്താണ് ഉള്ളത്, കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ആയെന്ന് വരിക. അടുത്ത ഡ്രോപ്പ് വീഴുമ്പോൾ ദ സൊല്യൂഷൻ വിൽ ടേൺ പേർപ്പിൾ. കാര്യം എന്താ, അടുത്ത ഡ്രോപ്പ് റിയാക്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല ഈ കണ്ടെയ്നറിൽ. സൊല്യൂഷൻ വിൽ ടേൺ പേർപ്പിൾ. അപ്പോൾ നമുക്കറിയാം N1V1 equal to N2V2. കാര്യം ഫോർ എനി കെമിക്കൽ റിയാക്ഷൻ N1 number of equivalents will be same.
number of equivalents of reactants will be same. If acid base reaction ആണെങ്കിൽ number of equivalents of acid will be equal to number of equivalents of base. Oxidation reduction reaction ആണെങ്കിൽ number of equivalents of oxidizing agent will be equal to number of equivalents of reducing agent. Got it മക്കളെ? Fine. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം KMnO4 ടൈട്രേഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് KMnO4 ടൈട്രേഷൻസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒന്ന് KMnO4 വേഴ്സസ് ഓക്സാലിക് ആസിഡ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം KMnO4 ചേഞ്ചസ് ടു Mn2+. N ഫാക്ടർ വരുന്നത് 5 ആണ്. ഓക്സാലിക് ആസിഡ് ചേഞ്ചസ് ടു CO2. ഇതങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. N ഫാക്ടർ വരുന്നത് 2 ആണ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് KMnO4 വേഴ്സസ് മോർസ് സോൾട്ട്. KMnO4 വേഴ്സസ് മോർസ് സോൾട്ട് എന്താണെന്ന് അറിയാലോ? FeSO4 ഡോട്ട് NH4 twice SO4 ഡോട്ട് 6H2O. അപ്പോൾ നിങ്ങൾ പറയും സാർ ഇതെന്ത് വലിയ സംഭവമാണ്, ഒന്നും പേടിക്കണ്ട. ഇതിൽ ഈ FeSO4 ഇതൊക്കെ നിങ്ങൾ പറയുമെങ്കിലും ഓൺലി തിങ് ഇസ് Fe2+ ഗെറ്റ്സ് കൺവേർട്ടഡ് ടു Fe3+. സോ N ഫാക്ടർ വരുന്നത് 1 ആണ്. ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ നിന്ന് 3+. N ഫാക്ടർ വരുന്നത് 1 ആണ്. KMnO4ൻ്റെ ചേഞ്ചസ് ടു Mn2+. N ഫാക്ടർ വരുന്നത് 5 ആണ്. ഗോട്ട് ഇറ്റ് മക്കളെ? പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കാനുള്ളത് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം. ഫോർ എക്സാമ്പിൾ ഫിനോഫ്തലീനെ കുറിച്ച് നിങ്ങൾ ചില കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഫിനോഫ്തലീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി an ആസിഡ്. ഈ ആസിഡ് ഇസ് ഓൾവേസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് ആനയോൺ ആൻഡ് H+, ലൈക്ക് എനി അതർ ആസിഡ്. ഇതൊരു വീക്ക് ആസിഡാണ് ഫിനോഫ്തലീൻ. ഇതിൽ ഈ അൺഡിസോസിയേറ്റഡ് പാർട്ടിനാണ് കളർലെസ് നേച്ചർ ഉള്ളത്. ഈ ഡിസോസിയേറ്റഡ് ആനയോണിനാണ് പിങ്ക് കളർ ഉള്ളത്. ഈ സയൻസ് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അസിഡിക് സൊല്യൂഷനിൽ H+ കോൺസെൻട്രേഷൻ നല്ല കൂടുതലാണ്. H+ കോൺസെൻട്രേഷൻ നല്ല കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? ലിഷാറ്റ്ലിയ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈക്വിലിബ്രിയം ഇങ്ങോട്ട് തള്ളും. അതായത് ഈ കളർലെസ് പാർട്ടിൻ്റെ എണ്ണം കൂടും. അപ്പോൾ കൂടുതൽ കളർലെസ് ആയിരിക്കും. അതുകൊണ്ട് അസിഡിക്കിൽ ഫിനോഫ്തലീൻ കളർലെസ് ആവുന്നത്. ഇനി ബേസിക് സൊല്യൂഷനിൽ OH- നന്നായിട്ട് ഉണ്ടാവും. OH- ഈ H+ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ലിഷാറ്റ്ലിയ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ ഈക്വിലിബ്രിയം ഇങ്ങോട്ട് തള്ളും. അതായത് pH- എണ്ണം കൂടും, പിങ്ക് കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. ഇത് ഓർത്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ് ടൈട്രേഷനിൽ all indicators can be used. Strong acid versus weak base titration. Methyl orange ആണ് യൂസ് ചെയ്യുക, ഫിനോഫ്തലീൻ യൂസ് ചെയ്യരുത്. അതേപോലെ വീക്ക് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ് ടൈട്രേഷനിൽ നിങ്ങൾ ഫിനോഫ്തലീൻ ആണ് യൂസ് ചെയ്യുക, മീഥൈൽ ഓറഞ്ച് യൂസ് ചെയ്യരുത്. ഓക്കെ, യൂസ് ചെയ്ത് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കളർ ചേഞ്ച് മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. അതേപോലെ വീക്ക് ആസിഡ് വേഴ്സസ് വീക്ക് ബേസിൽ നോ ഇൻഡിക്കേറ്റേഴ്സ് ഈസ് വാലിഡ്. അതായത് ഒരു പ്രോപ്പർ ഇൻഡിക്കേറ്റർ വാലിഡ് അല്ല അതിന്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ എന്ന് പറയുമ്പോൾ യൂഷ്വലി സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ, ഫോർ എക്സാമ്പിൾ HCl-ഉം NH4OH-ഉം നമുക്ക് കിട്ടാൻ പോകുന്നത് NH4Cl എന്ന സോൾട്ടാണ്. ഈ NH4Cl സോൾട്ടിൻ്റെ pH എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 3ൻ്റെയും 4ൻ്റെയും ഇടയ്ക്കായിരിക്കും. കാര്യം ഒരു സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് സോൾട്ടാണ്. ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സോൾട്ട് ഹൈഡ്രോളിസിസ്. ഈ റേഞ്ചിലായിരിക്കും മീഥൈൽ ഓറഞ്ചിൻ്റെ കളർ ഷിഫ്റ്റ് കിടക്കാൻ പോകുന്നത്. എല്ലാ ഇൻഡിക്കേറ്ററിനും ഒരു ഇൻഡിക്കേറ്റർ റേഞ്ച് ഉണ്ട്. ആ ഇൻഡിക്കേറ്റർ റേഞ്ചിലെ കളർ ഷിഫ്റ്റ് നടക്കുള്ളൂ. അപ്പം നമ്മൾ ടൈട്രേഷൻ നടത്തുമ്പോൾ ടൈട്രേഷൻ നടത്തി കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന സൊല്യൂഷൻ, ആ സൊല്യൂഷൻ്റെ pH ഈ ഇൻഡിക്കേറ്ററിൻ്റെ pHൻ്റെ ഉള്ളിൽ വരണം.
അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മീത്തൈൽ ഓറഞ്ചിൻ്റെ pH റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.1 to 4.4 ആണ്. ഫിനോഫ്തലീൻ്റെ pH റേഞ്ച് എന്ന് പറയുന്നത് 8.3 to 10 ആണ്. അപ്പം നമ്മളൊരു വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ബേസിക് സോൾട്ടാണ്, ഒരു ബേസിക് സോൾട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ NaOHും കാർബോണിക് ആസിഡും കാർബോണിക് ആസിഡും സ്ട്രോങ് ബേസ് വീക്ക് ആസിഡ് ടൈട്രേറ്റ് ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്നത് സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റിൻ്റെ pH ഈ ഒരു ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ ഫിനോഫ്തലീൻ പ്രോപ്പറായിട്ട് കളർ ചേഞ്ച് നടത്തും. അതുകൊണ്ട് മീത്തൈൽ ഓറഞ്ച് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം മീത്തൈൽ ഓറഞ്ചിൻ്റെ pH റേഞ്ച് 3.1 to 4.4 ആണ്. 3.1 വരെയും റെഡ്, 3.1 to 4.4ൻ്റെ ഇടയിൽ അത് യെല്ലോ ആയിട്ട് മാറും. അല്ലെങ്കിൽ 4.4ൻ്റെ മേളിൽ അത് കറക്റ്റ് യെല്ലോ ആയിരിക്കും. ഫിനോഫ്തലീൻ്റെ കേസിൽ 8.3 വരെയും കളർലെസ്, 8.3 to 10 കളർ ചേഞ്ച് നടക്കും, 10ന് മേളിൽ പിങ്ക്. അപ്പം നമ്മൾ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ pH വരാൻ പോകുന്ന ഇതിൻ്റെ ഇടയ്ക്ക് അവിടെയാണ് കളർ ചേഞ്ച് വരുന്നത്. അതേപോലെ സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ pH വരാൻ പോകുന്ന ഇതിൻ്റെ ഇടയ്ക്ക് അവിടെയാണ് കളർ ചേഞ്ച് വരുന്നത്. മനസ്സിലാവും മക്കളെ? ഇതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനിയിപ്പോൾ ഈ pH റേഞ്ച് ഓർത്തിരിക്കാൻ പറ്റിയില്ലെങ്കിലും അത് സാർ എക്സ്ട്രാ തന്നൊരു പോയിൻ്റാണ്, ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഏതൊക്കെ ടൈപ്പ് ടൈട്രേഷൻ ഏതൊക്കെ ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? പിന്നെ ടൈട്രേഷനിൽ ഓർത്തിരിക്കേണ്ട പോയിൻ്റാണ് N1V1 = N2V2. അത് ഏതൊരു ടൈട്രേഷനും ആയിക്കോട്ടെ, ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് നമ്പർ ഓഫ് ഇക്വലൻസ് വിൽ ബി സെയിം. നമ്പർ ഓഫ് ഇക്വിവലൻസ് വിൽ ബി സെയിം. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇൻ ടൈട്രേഷൻ ഓഫ് HCl taken in burette against NaOH taken in titration flask. അതായത് NaOH ആണ് ടൈട്രേഷൻ ഫ്ലാസ്കിലുള്ളത്. The indicators used at the end point is end point എന്ന് പറയുമ്പോൾ കളർ ചേഞ്ച് നടക്കുന്ന പോയിന്റ്. ഫിനോഫ്തലീൻ പിങ്ക് ടു കളർലെസ്, കറക്റ്റ് അല്ലേ? ടൈട്രേഷൻ ഫ്ലാസ്കിൽ എന്താ ഉള്ളത്? NaOH. ഫിനോഫ്തലീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പിങ്ക് ആയിരിക്കും. HCl വീഴും തോറും അത് കളർലെസ് ആയിട്ട് മാറും. സോ പിങ്ക് ടു കളർലെസ്, കറക്റ്റാ? ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാ. സെക്കൻഡ് ഓപ്ഷൻ മീത്തൈൽ ഓറഞ്ച് യെല്ലോ ടു റെഡ്, അതും കറക്റ്റ് അല്ലേ? NaOH ആണ് കണ്ടെയ്നറിലുള്ളത്. മീത്തൈൽ ഓറഞ്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൽ ബി യെല്ലോ ഇൻ കളർ. ഇത് വീഴും തോറും അത് ന്യൂട്രലൈസ് ആയ അവസാനം എൻ പോയിന്റിൽ ഇൽ ബിക്കം റെഡ്, അതും കറക്റ്റാ. സോ ബേസിക്കലി ബോത്ത് A and B സെപ്പറേറ്റ്ലി ആർ കറക്റ്റ്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the reaction of KMnO4 with an oxalate acidic medium, MnO4 minus is reduced to Mn2 plus and C2O4 minus is reduced to CO2, oxidized to CO2. Hence, 50 milliliter of 0.02 molar KMnO4 is equivalent to. നമുക്കറിയാം, വളരെ വളരെ സിമ്പിളാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. N1V1 = N2V2. നോർമാലിറ്റി എന്ന് പറയുമ്പോൾ മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടർ. മൊളാരിറ്റി ഓഫ് KMnO4 എത്രയാണ്? 0.02. എൻ ഫാക്ടർ എത്രയാണ്? 5. ഞാൻ പറഞ്ഞു KMnO4 ടൈട്രേഷനിൽ ഓക്സാലിക് ആസിഡിൻ്റെയോ മോർ സോൾട്ടിൻ്റെയോ ടൈട്രേഷനിൽ ഇറ്റ് ചേഞ്ചസ് ടു Mn2 പ്ലസ്. എൻ ഫാക്ടർ 5 ആണ്. ഇൻറ്റു വോളിയം എത്രയാണ്? 50 is equal to എൻ ഫാക്ടർ ഓഫ് ഓക്സലേറ്റ് എത്രയാണ്? 2 ആണ്. മൊളാരിറ്റി എത്രയാണ്? നമുക്കറിയില്ല. M2 എന്ന് ഇടാം. വോളിയം നമുക്കറിയില്ല. സോ ബേസിക്കലി M2V2 should be equal to എത്ര? 2.5 വരണം അല്ലേ? ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ M2V2 അതായത് മൊളാരിറ്റി ഓഫ് ഓക്സാലിക് ആസിഡ് ഇൻറ്റു വോളിയം ഓഫ് ഓക്സാലിക് ആസിഡ് ഷുഡ് ബി ഈക്വൽ ടു 2.5. അത് തരുന്ന ഏത് ഓപ്ഷൻ എവിടെ ഉള്ളത്? ബി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. N1V1 = N2V2. നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഫസ്റ്റ് സബ്സ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് സെക്കൻഡ് സബ്സ്റ്റൻസ്. ദാറ്റ്സ് ഇറ്റ്. വളരെ വളരെ സിമ്പിളാണ്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 mole of more salt reacts with മക്കളെ more salt ഇവിടെയും N1V1 = N2V2. നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് മോർ സോൾട്ട് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് KMnO4. അപ്പോൾ എല്ലാവരും നോക്കിക്കേ, മോർ സോൾട്ട് എന്ന് പറയുമ്പോൾ 1 mole എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് ഇക്വിവലൻസ്. അറിയാലോ, നമ്പർ ഓഫ് ഇക്വലൻസ് ആണ് നോർമാലിറ്റി ഇൻറ്റു വോളിയം. അപ്പം നമ്പർ ഓഫ് ഇക്വിവലൻസ് ക്യാൻ ബി റിട്ടൺ ആസ് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ ഫാക്ടർ. മോർ സോൾട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 1 mole എന്ന് വന്നിട്ടുണ്ട്. എൻ ഫാക്ടർ എത്രയാണ്? 1. നമുക്കറിയാം നമ്പർ ഓഫ് ഇക്വലൻസിൻ്റെ വേറെ ഫോർമുല ഇസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ ഫാക്ടർ. ഇത് നിങ്ങൾ അറിയണം. either normality into volume or number of moles into n factor. So number of moles is 1 into n factor 1 തന്നെയാണ് more salt ൻ്റെ. That is equal to number of moles of KMnO4 into n factor of KMnO4 5. That means number of moles of KMnO4 എത്രയാണ്? 1/5. കണ്ട സിമ്പിളായിട്ട് കിട്ടിയത് കണ്ട.
ഇവിടെ പല സ്റ്റുഡൻസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇക്വേഷൻ തപ്പിപ്പോവും. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്താൽ അത്രയും നല്ലത്. Fe2 plus MnO4 minus giving you Fe3 plus Mn2 plus എന്നിട്ട് ബാലൻസ് ചെയ്യേണ്ടി വരും. അത് ബാലൻസ് ചെയ്യേണ്ടി വരും. പക്ഷേ ആ ബാലൻസിങ് പഠിക്കുന്നതിന് നല്ലത് ഈ ഒരു മാത്തമാറ്റിക്സ് അറിഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് ഇക്വലൻസ് വിൽ ഓൾവേസ് ബി സെയിം. നമ്പർ ഓഫ് ഇക്വലൻസ് വെച്ചാൽ നോർമാലിറ്റി ഇൻറ്റു വോള്യൂം, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ ഫാക്ടർ. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ദ ഗ്രാഫ് റെപ്രസെൻസ് ടൈട്രേഷൻ കർവ് ഫോർ. ദ ഗ്രാഫ് റെപ്രസെൻസ് ടൈട്രേഷൻ കർവ് ഫോർ. ശ്രദ്ധിക്കുക. pH y ആക്സിസ്, വോള്യൂം ഓഫ് ആൽക്കലി ആഡഡ് എക്സ് ആക്സിസ്. ആൽക്കലി ആഡ് ചെയ്യുന്തോറും പി എച്ച് കൂടി 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 വരിക. എല്ലാവരും നോക്കിയ ഇക്വിവലൻസ് പോയിന്റ്. ഇക്വലൻസ് പോയിന്റ് എന്ന് പറയുമ്പോൾ N1V1 = N2V2. ആ പോയിന്റ് വരുന്നത് 7 താഴത്താണ്. 7 താഴത്താണ് സോൾട്ടിൻ്റെ പി എച്ച്. അതായത് ന്യൂട്രലൈസ് ആസ് ഇൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞു, ആ സോൾട്ടിൻ്റെ പി എച്ച് വരുന്നത് 7 താഴത്താണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ആൻ അസിഡിക് സോൾട്ട്. ഒരു സ്ട്രോങ് ആസിഡ് വീക്ക് ബേസിൻ്റെ സോൾട്ടാണത്. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് സോൾട്ട് ആണെങ്കിൽ 7 വന്നേനെ. വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് സോൾട്ട് ആണെങ്കിൽ 7 മേളിൽ വന്നേനെ. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് സോൾട്ട് ആയതുകൊണ്ടാണ് 7 താഴ്ത്ത് വരുന്നത്. ഇത് നിങ്ങൾ ഇക്വിലിബ്രിയത്തിലും പഠിച്ചിട്ടുണ്ട്. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് സോൾട്ടിൻ്റെ പി എച്ച് 7 താഴ്ത്താണ്. ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following indicators is used in KMnO4 titration? KMnO4 titration use ചെയ്യുന്ന indicator ഏതാ? KMnO4 തന്നെ. It takes part in the reaction and it is an indicator. It is a self indicator. Okay മക്കളെ? Cool. മക്കളെ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. സാറ് പറഞ്ഞ 2 ഭാഗങ്ങളും അതിൻ്റെ അടിത്തട്ട് സാർ ഇട്ട് തന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നിങ്ങൾ പഠിക്കാൻ വെറുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പഠിക്കാൻ വെറുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് വരും. കാര്യം കുറേ സ്റ്റുഡൻസ് അത് നോക്കുക തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ അതൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് സാർ അതിൻ്റെ അടിത്തട്ട് ഇട്ട് തന്നത്, ബേസ് സ്ട്രക്ചർ ചെയ്ത് തന്നത്. സോൾട്ട് എന്ന് വെച്ചാൽ കാറ്റയോൺസും ആനയോൺസും ഉണ്ട്. ആനയോൺസിൻ്റെ ടെസ്റ്റിൽ പ്രിലിമിനറി കൺഫർമേറ്ററി ഉണ്ട്. കാറ്റയോൺസിൻ്റെ ടെസ്റ്റിലും പ്രിലിമിനറി കൺഫർമേറ്ററി ഉണ്ട്. പ്രിലിമിനറി ടെസ്റ്റ് ഓഫ് ആനയോൺസിൽ ഡൈല്യൂട്ട് H2SO4 ടെസ്റ്റ് ഗ്യാസ് ഇവോൾവ് ആയി നോക്കുക, ഇല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് H2SO4 ടെസ്റ്റ് ഗ്യാസ് ഇവോൾവ് ആയി നോക്കുക, ഇല്ലെങ്കിൽ അത് SO4 2- PO4 3- ആണ്. ഇനി ഗ്യാസ് ഇവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് ഏത് ആനയോൻ്റെ ആണ് നോക്കുക. ആ ആനയോൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. കൺഫർമേറ്ററി ടെസ്റ്റ് സാർ ഇവിടെ നിന്ന് കാണിച്ചു തന്നില്ല, കാര്യം ടൈമിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട്. കൺഫർമേറ്ററി ടെസ്റ്റ് നിങ്ങൾ നോക്കണം, ലാബ് മാനുവലിൽ ഉണ്ട് എല്ലാത്തിൻ്റെയും. അപ്പോൾ സാർ നിങ്ങൾ ചോദിക്കും സാർ എല്ലാം പഠിക്കണോ ലാബ് മാനുവൽ? ഇല്ല, JEE സിലബസിലുള്ള കാറ്റയോൺസും ആനയോൺസും മാത്രം. അതാണ് സാർ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ആദ്യത്തെ സ്ലൈഡിൽ സാർ മാർക്ക് ചെയ്ത് തന്നില്ലേ ഏതൊക്കെ കാറ്റയോൺസ് ആണ് ഏതൊക്കെ ആനയോൺസ് ആണ്. അത് മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റും പ്രിലിമിനറി ടെസ്റ്റും മാത്രം പഠിച്ചാൽ മതി. പിന്നെ നേരത്തെ പോലത്തെ കളർ ഫ്ലെയിം ടെസ്റ്റ്, ഡ്രൈ ഹീറ്റ് ടെസ്റ്റ്, ലൂമിനസ് ഫ്ലെയിം, നോൺ ലൂമിനസ് ഫ്ലെയിം, ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ടൈട്രേഷനിൽ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ സെറ്റ് മസാലയാണോ മക്കളെ? സെറ്റാണോ സെറ്റ് മസാലയാണോ? സാർ ഇവിടെ നിർത്താൻ പോവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേടാ മക്കളെ, ഒരു ലവ് ഇട്ടേടാ. സാറ് കുറച്ച് നാൾ ഉണ്ടായിരുന്നില്ല, ചെറിയ വയ്യായൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു. ധീര ബാച്ച് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഹായ്. കുറേ നാളെ കണ്ടിട്ട് ഞാൻ നിങ്ങളെ കാണുന്നതായിരിക്കും. അല്ലെങ്കിൽ തന്നെ എല്ലാവരോടും ഐ വോണ്ട് ടു ടെൽ യു വൺ തിങ്. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ് ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് യു ക്യാൻ ഗിവ് യുവർ സെൽഫ്. സോ ട്രൈ ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ്, ഡ്രീം ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ്, അസ്പയർ ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ്, വർക്ക് ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ്. ഓക്കെ, നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റും. ഓക്കെ, അത് കൈവിട്ട് കളയരുത്, ആ സ്വപ്നം കൈവിട്ട് കളയരുത്. ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക, അതായത് പരിശ്രമിക്കുക. പേടി നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. പേടി ഉണ്ടാവും കുറച്ച്, പക്ഷേ ഓക്കെ, ഗോട്ട് ഇറ്റ്. So that's it.